അതാണല്ലോ അറിയുന്നത്. അപ്പോൾ വാമനാവതാരമാണ് ഇനി വായിക്കാൻ പോകണം. അപ്പോൾ വാമനാവതാരം വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുരുവായൂരപ്പന് ഭക്തന്മാർക്ക് സമർപ്പിക്കാറ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവരൊക്കെ, എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല, സാധിക്കുന്നവർ ചെയ്താൽ മതി, സാധിക്കാത്തവർ ചെയ്യണ്ട. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതുപോലെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാം. എന്തെല്ലാം സമർപ്പിക്കാം? ഇവിടെ സമർപ്പിക്കാൻ നിരവധി സാധനങ്ങളുണ്ട്. അമരാവതാരമാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമാണ് അമരാവതാരം. അപ്പം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇവിടെ യാതൊന്നിനും നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അതിനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഒന്നുകിൽ നമുക്ക് നടപ്പറ വയ്ക്കാം, അല്ലേ? ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്? ഈ വാമനാവതാര സമയത്ത് ഇവിടെ ഭക്തിയോടെ നിറവറ വയ്ക്കാറുണ്ട്. അതുപോലെ നിറവറയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിറവറ വയ്ക്കാം. ചിലർക്കൊക്കെ നാണയപ്പറ വയ്ക്കാൻ ആവശ്യമുണ്ട്. കാരണം അവർക്ക് സമ്പത്ത് ധാരാളം വേണമെന്ന് വിചാരമുണ്ട്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഈ വാമനാവതാരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരുന്നിട്ടാണ് എന്ത് നിറയ്ക്കുക? നാണയപ്പറ നിറയ്ക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തുണ്ടാവും? സമ്പത്തുണ്ട്. അപ്പൊ അത് ചെയ്യാം. അത് താല്പര്യമുള്ള പലരോടും ചെയ്യാം. ഇനി അതെല്ലാം നെയ്വിളക്ക് വെക്കേണ്ടവർക്ക് നെയ്വിളക്ക് ഗംഭീരാക്കണം എന്നാണ് പറയുന്നത്. വാമനാവതാരം എന്ത് ചെയ്യണം? അതിഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട ഒരവതാരമാണ് വാമനാവതാരം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിറവറ വയ്ക്കാം, നാണയപ്പറ വയ്ക്കാം. പിന്നെ അവിടെ ഒരുപാട് സമർപ്പിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ ഭാരവാഹികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കൽക്കണ്ടുണ്ട്, മുന്തിരിയുണ്ട്, ചന്ദനത്തിരിയുണ്ട്, കൂരുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതുപോലെ താമരപ്പൂ സമർപ്പിക്കാം. താമരപ്പൂ നല്ലതല്ലേ? എന്തിനാണ് നമ്മളിതൊക്കെ സമർപ്പിക്കുന്നത്? നമ്മളിതൊക്കെ സമർപ്പിക്കുന്നത് ശുദ്ധീകരണമാണ്. എന്താണ്? ശുദ്ധീകരണമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധി, ഇതൊക്കെ ശുദ്ധമാവണ്ടേ? അപ്പൊ അതിൻ്റെ ചളികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമർപ്പണങ്ങൾ ഭക്തിയോടെ സമർപ്പിക്കണം. നിങ്ങൾ ശരീരം കൊണ്ടല്ല സമർപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സുകൊണ്ട് സമർപ്പിക്കണം. ആ അമ്മ നെയ്വിളക്ക് എത്തിക്കുന്നത് ശരീരം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ എനിക്കറിയാം. അമ്മ നെയ്വിളക്ക് എത്തിക്കണമെങ്കിൽ അതിപ്പോ ശരീരം കൊണ്ടാണോ മനസ്സുകൊണ്ടാണോ എനിക്കറിയില്ല. അപ്പോ ശരീരം കൊണ്ടല്ല ചെയ്യേണ്ടത്, നമ്മളുടെ മനസ്സാണ് ആ കർമ്മത്തിൽ പ്രവർത്തിക്കണം. എല്ലാ മനസ്സോടെ നമുക്ക് പരിശുദ്ധി ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും സമർപ്പിക്കണം. അപ്പൊ താമരപ്പൂ വേണ്ടവർക്ക് താമരപ്പൂ സമർപ്പിക്കാം. ഹൃദയം നല്ല ശുദ്ധമായി തീരും. താമരപ്പൂ സമർപ്പിക്കാൻ എന്താ ഉണ്ടാവുക? ഹൃദയം ശുദ്ധമാവും. ഹൃദയം ശുദ്ധമായാൽ പിന്നെ എന്താ? പിന്നെ അങ്ങനെ ഹൃദയത്തിലേക്ക് എന്ത് വരില്ല? രോഗങ്ങളൊന്നും വരികയില്ല. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഹൃദയത്തിൽ സുഖമാണ്. ഒരുപാട് മനുഷ്യർക്ക് ഹൃദയത്തിന് അസുഖമാണ്. കാരണം ഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉണ്ടായിട്ടാണ്. അപ്പൊ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ പോയാൽ പിന്നെ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? അസുഖം ഉണ്ടാകും. അപ്പൊ അതിനാണ് താമരപ്പൂവ് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ചന്ദനത്തിരി സമർപ്പിക്കാം, അല്ലേ? അതുപോലെ കൽക്കണ്ട സമർപ്പിക്കുക. വാമനാവതാരത്തിന് കദളിപ്പഴം ആണ്ടുണ്ട്. കദളിപ്പഴം ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ചോദിച്ചുകൊണ്ടോന്ന് കദളിപ്പഴം ഉണ്ടോ? ഞാൻ പറഞ്ഞത് വാങ്ങിക്കൊണ്ടിരിക്കണം. എന്തോ? കദളിപ്പഴം ഉണ്ട്. വാമനാവതാരത്തിന് എന്താ കൊടുക്കുക? നല്ല കദളിപ്പഴം ഉണ്ട്. അപ്പൊ കദളിപ്പഴം ഇവിടെ ഉണ്ടോ? അപ്പൊ ഇനി വായിക്കാൻ പോകുന്നത് വാമനാവതാരം. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം? കദളിപ്പഴം സമർപ്പിക്കാം. നമ്മുടെ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കുറച്ച് പൈസ കയ്യിൽ വെക്കൂലേ? നമ്മളത് ചെയ്യാറില്ല. ചെയ്യണം. അപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ പൈസയുണ്ട്, എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പണം നമ്മൾ കയ്യിൽ, എന്തിനാ കയ്യിൽ വെക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണല്ലോ പണം, അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് പണം നല്ല ഇഷ്ടമാണ്. ഒരുവിധം എല്ലാ മനുഷ്യന്മാർക്കും പണം നല്ല ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കും ഗുരുവായൂരപ്പ എൻ്റെ അടുത്ത് ധാരാളം ധനമുണ്ടാവണേ എന്നാണ് ഞാൻ വിചാരിക്കുക. നിങ്ങളും അങ്ങനെയല്ലേ വിചാരിക്കുക? വേദങ്ങളിലെ മന്ത്രങ്ങളൊക്കെ അതാ പറയണം. വേദമന്ത്രങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ എന്തുണ്ടാവണം? സമൃദ്ധി ഉണ്ടാവണം എന്നാണ് പറയണം. അപ്പൊ നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കുറച്ച് ഇട്ട് കൊടുക്കുക. ഭഗവാന് കൊടുത്താൽ മതി. അത് വലിയൊരു സീക്രട്ടാണ്.
ആ രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേദങ്ങളിൽ പറയുന്ന രഹസ്യമാണ്. അത് ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്കൊക്കെ ഞാൻ എന്താ വിചാരിക്കുക, ഞാൻ എന്തും വിചാരിക്കുക സമൃദ്ധി 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 സമൃദ്ധിയായിട്ട് നമ്മുടെ വീട്ടിൽ എന്ത് വേണം, സാധനങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മുടെ വീട്ടിൽ സാധനങ്ങളും അതുപോലെ പണവും ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ. അതെങ്ങനെ ഉണ്ടാവണം? അഴിമതി ചെയ്യാൻ പാടില്ല, തക്കാൻ പാടില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ധനം സമ്പാദിക്കാൻ പാടില്ല. അപ്പൊ വളഞ്ഞ വഴിയിൽ കൂടി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ധനം സമ്പാദിക്കാൻ. നേരായ വഴിയിൽ നമ്മൾ നടന്നാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇഷ്ടംപോലെ ധനം സമ്പാദിക്കാനുള്ള വഴികളാണ്. നമ്മൾ ദ്രോഹിക്കുന്ന ആരെയും ദ്രോഹിക്കേണ്ട, അഴിമതി ചെയ്യേണ്ട, തത്താൻ പോകേണ്ട. നേരായ വഴിക്ക് ജീവിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാകാനുള്ള വഴികൾ വേദങ്ങളിൽ പതിനായിരക്കണക്കിന് പറയുന്നുണ്ട്. അപ്പൊ സപ്താഹത്തിൽ വന്നിരുന്ന അതൊക്കെ കേൾക്കും. എന്റെ സപ്താഹം കേട്ടിട്ട് എത്രയോ ആൾക്കാർ സമ്പന്നരായി മാറിയിട്ടുണ്ട്. എന്താ ഈ അമ്മയ്ക്ക് ഒരു സംശയം, അമ്മ പിന്നെ തിരുമേനി വെറുതെ ബെഡായി പറയും. ഞാൻ ബെഡായി പറയില്ല. എത്രയോ പേര് എന്റെ സപ്താഹം കേട്ടിട്ട് ദരിദ്രന്മാരായിരുന്നു. എന്റെ സപ്താഹം കേട്ട് എത്രയോ പേര് സമ്പന്നരായ കഥ എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞിട്ടുള്ളൂ, സപ്താഹം കൊണ്ട് മാത്രമാണ് ഞാൻ ആരായത്, സമ്പന്നനായത്. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പണ്ടും പോയിട്ടുണ്ട്. പണ്ടത്തെ വീട് എന്തായാലും ഇരിഞ്ഞു പൊളിഞ്ഞൊരു വീടായിരുന്നു. അവർ സപ്താഹം കേട്ട് അവർക്ക് ഈ രഹസ്യമൊക്കെ മനസ്സിലായി. പിന്നീട് അവരവരുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ വിലവീട വീട്ടിൽ ഇഷ്ടം പോലെ സാധനങ്ങള്. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സമ്പത്തിനൊക്കെ കാരണം ഞാൻ കണ്ടിട്ടില്ല, മോഷിച്ചിട്ടില്ല, രണ്ടാമത്തൊന്നും ചെയ്തിട്ടില്ല, തിരുമേനി പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ സുന്ദരമായിട്ട് ജീവിക്കുന്നു. അതെനിക്കൊരു സന്തോഷമാണ്. അത് നമുക്ക് ഓരോന്നും കേട്ടിട്ടതിന്റെ ഗുണം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നറിയുന്നത് എനിക്ക് സന്തോഷമാണ്. അത്രയുള്ളൂ, അല്ലാണ്ട് എന്താ. അപ്പൊ നിങ്ങളൊക്കെ വളരെ സമൃദ്ധിയോട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങളൊന്നും തരുന്നു വേണം, നിങ്ങളൊന്നും തരണ്ട. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ആരിൽ നിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്കറിയുന്ന ഭാഗവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. എനിക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പൊ എനിക്കൊരു പ്രയോജനം ഉണ്ടാകുമ്പോൾ ഞാനത് നിങ്ങളോട് പറയട്ടെ. എനിക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ ഷെയർ ചെയ്യും. എനിക്കെന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, അപ്പൊ ഷെയർ ചെയ്യും. എനിക്ക് ഭാഗവതം കിട്ടി, അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത്രയുള്ളൂ, അനുഭവമുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ധാരാളം സമൃദ്ധമായ ജീവിതം ഉണ്ടാവാൻ വാമനാവതാരം പെട്ടാൽ മതി എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് മറ്റൊന്നും പറ്റില്ലേ, നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കയ്യിൽ വയ്ക്കും. പറ്റുന്നത് ചെയ്താൽ മതി. കുറച്ചെങ്കിലും കയ്യിൽ വെച്ചിട്ട് എന്നാൽ ഇവിടെ വന്ന് എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യുക, പുഷ്പാഞ്ജലി വെക്കുക. ഒന്നുമില്ല, ഭണ്ഡാരത്തിന് കുറച്ച് പൈസ ഇടാം, നല്ലതാണ്. ഭണ്ഡാരത്തിൽ 10 രൂപ ഇട്ടാൽ ഗുരുവായൂരപ്പ നിങ്ങൾക്ക് എത്ര തിരിച്ചു തരാതറിയോ? എത്രയാ തരിക? നിങ്ങള് ഭണ്ഡാരത്തിൽ 10 രൂപ ഇട്ടു, ഇപ്പൊ ഗുരുവായൂരപ്പ എത്ര തിരിച്ചു തരിക? ചുരുങ്ങിയതായ ഉറപ്പിയ മിനിമം ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് എത്ര തരും? 1000 രൂപ മാക്സിമം എത്രയൊക്കെ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ബാങ്ക് നിങ്ങൾക്ക് പൈസ തരുമോ? ലോകത്തിൽ ഒരു ബാങ്കും 10 രൂപ ഇട്ടാൽ 1000 രൂപ തരില്ല, ഒരു ബാങ്കും തരില്ല. അതുകൊണ്ടല്ലേ അമ്പലത്തിലൊക്കെ ഹുണ്ടിക വെച്ചിട്ടുണ്ടാവില്ലേ? ഹുണ്ടിക പറഞ്ഞാൽ ഭണ്ഡാരം. ധാരാളം ഭണ്ഡാരങ്ങൾ നമ്മൾ എവിടെ വയ്ക്കും? എല്ലാ ക്ഷേത്രത്തിലും വയ്ക്കുന്നത് ജനങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് ജീവിക്കാനാണ്. കാരണം അവിടെ 10 രൂപ എങ്ങനെ ഇടണം? വെറുതെ കാര്യമില്ല, നല്ലതേ കൊണ്ടിടാവും. ചില അമ്പലത്തിൽ ഭണ്ഡാരം പിന്നെ കാണാം, എടുക്കാത്ത നോട്ട്, പിന്നെ നടക്ക പൊട്ടിച്ച നോട്ട്. ആൾക്കാർ അങ്ങനെ കൊണ്ടിടരുത്. ഗുരുവായൂരപ്പന് കൊടുക്കുമ്പോൾ യദ്യത് ഇഷ്ടതമം ലോകേ യച്ഛ അതിപ്രിയം ആത്മനഃ തത്തത് നിവേദയെ മഹ്യം തഥാ അനന്യായ കൽപ്പതേ. ഈ ശ്ലോകമുള്ള ഭഗവത്ഗീതയുള്ള അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു. നമുക്കിഷ്ടപ്പെട്ട ധനമാണെങ്കിൽ ഏറ്റവും നല്ല നോട്ട് നമ്മൾ എവിടെ കൊടുക്കണം? ഏറ്റവും നല്ല നോട്ട് കണ്ടിട്ടുണ്ടോ? എന്ന് ഈ സത്ത നോട്ട് കണ്ടിട്ടുള്ളൂ. നല്ല നോട്ട് അതാണ് എവിടെ കൊടുക്കേണ്ടത്? എൻ്റെ അടുത്ത് വേണ്ടത്. നല്ലപോലെ പ്രാർത്ഥിച്ച് ഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞവരോട് വരണം. നാമം ജപിച്ചുകൊണ്ട് വേണ്ടയില്ല. നാമം ജപിച്ച് ഭക്തിയോടെ വേണം നമ്മൾ 10 രൂപ ആ ഭണ്ഡാരത്തിൽ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിനിമം ഭഗവാൻ എത്ര തരും?
1000 ഉറുപ്പ്യ മാക്സിമം എത്രയാ അറിയൂ. പക്ഷെ 1000 ഉറുപ്പ്യ കിട്ടണമെന്ന് വിചാരിച്ച് കൊണ്ടിടരുതേ, അത് ചെയ്യാൻ. അതായത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കർമ്മം ചെയ്യേണ്ടത്. ഒന്നും ആരിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ഭഗവാനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊന്നും കൊണ്ട് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഭഗവാൻ എന്തെങ്കിലും സമർപ്പണം. ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ ചില ആൾക്കാരുണ്ട്, അവള് പ്ലസ് 2 പാസ്സാവണേ ഇല്ല, ഇപ്പം അവളൊന്നും പഠിച്ചില്ലേ, അവളൊന്നും പഠിക്കലില്ലേ, ഈ പഠിക്കാത്ത കുട്ടി ഇങ്ങനെ ഇരിക്കുക. അമ്മ പ്രാർത്ഥിക്കുക, എൻ്റെ മോളൊന്നും പഠിക്കണില്ല, എൻ്റെ വായപ്പാ അവൾക്ക് പരീക്ഷയാണേ, മറ്റന്നാൾ എൻ്റെ കൃഷ്ണ അവൾക്ക് നല്ല മാർക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാവർക്കും പരീക്ഷ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങളെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, ഭഗവാൻ നിങ്ങളെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഒന്നും വേറൊരാളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. കർമ്മം എങ്ങനെ ചെയ്യണം, പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ കണ്ണിൽ നിന്ന് 2 കണ്ണുനീർ തുള്ളികൾ കൂടി വന്നാൽ നന്നായി, അങ്ങനെയാണ് സമർപ്പിക്കാൻ. അപ്പൊ ഞാനിത് വായിച്ചോട്ടെ, ഞാൻ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഭഗവാന് സമർപ്പിക്കും എന്ന ഒരു വിചാരത്തിലാണ് ഞാൻ ഈ വാമനാവതാരം വായിക്കുന്നത്. ഏറ്റവും ഗംഭീരമായ ഒരു അവതാരമാണ് ഏത്, വാമനാവതാരം. അതിന്റെ എല്ലാ സമർപ്പണങ്ങളും ചെയ്യും. പ്രഭാഷണ സമയത്ത് കഴിയുന്നതും സമർപ്പണങ്ങൾ ഒഴിവാക്കുക. അവിടെ ഒരു വലിയൊരു ഉരുളി ഇല്ലാതെ ഉരുളിയുണ്ട്, എന്താ ഇതിന് പറയുക, എന്താ വലിയൊരു ചരക്ക് എന്നൊക്കെ പറയുന്നത്, വലിയൊരു പാത്രം തണുത്ത് വെച്ചിരിക്കണല്ലേ. അതെന്തിനാ വെച്ചതാ, എന്തിനാണ് അവിടെ വെച്ചത്, പണം വെച്ചതാ. നിങ്ങൾ തേങ്ങ, ശർക്കര, അരി, പച്ചക്കറി, അതുപോലെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ട ഉലുവ, ഉഴുന്ന്, കടുക്, മുളക്, പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഇതൊക്കെ ആ പാത്രത്തിൽ കൊണ്ടിടാൻ ആ പാത്രം വെച്ചത്. ആ പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയാം. അപ്പൊ ആ പാത്രത്തിന്റെ അവസ്ഥ നോക്കും, അതിനകത്തൊരു മുമ്പിൽ ഒന്ന് നോക്കും, ആ പിന്നിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ആ പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കണം എന്നറിയാം. ഏത് പാത്രം, ആ പിന്നിരിക്കുന്നത് ഇവിടെ ഒന്നും എപ്പോഴും ഇവിടെ കാണില്ല. ഇവിടെ മുമ്പിൽ ഒരു വലിയൊരു പാത്രം കാണും, ഞങ്ങൾ ചരക്ക് എന്നതിനെ പറയും. അതിൻ്റെ അകത്ത് ഞാനൊന്നും കാണുന്നില്ല, അത് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പൊ ഭക്തന്മാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ അരി, മുളക്, പച്ചക്കറി പലതും വേണ്ടേ അമ്പലത്തിൽ. അമ്പലത്തിൽ വേണ്ട സാധനങ്ങളൊക്കെ അതിങ്ങനെ നനഞ്ഞ നിൽക്കണമെന്നാണ്. മനസ്സിലായോ? അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ അകത്ത് 4 ചാക്ക് അരി കൊണ്ടിച്ചാൽ മതി. 4 ചാക്ക് അരി മട്ടനായിട്ട് കിട്ടാനില്ലേ. ഞാൻ വേണേ പോയി കൊണ്ടുവരാം, നമ്മൾ വയ്ക്കാൻ ആളുണ്ടാവില്ല. ഞാൻ എപ്പോൾ വേണേ പോയിട്ട് അങ്ങാടി പോയിട്ട് വണ്ടി എടുത്ത് പോയി എന്നിട്ട് 4 ചാക്ക് അരി വാങ്ങി അതിന് ഞാൻ വേണേ എപ്പം കൊണ്ടുവച്ചു, ഒരു വേണ്ടി ഞാൻ ഇപ്പോൾ എല്ലാവരും ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഭഗവാന് സന്തോഷമായിട്ട് സമർപ്പിക്കാം, സന്തോഷത്തോടെ സമർപ്പിക്കാം. ഏതായാലും ആ പാത്രം നിറയ്ക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചു. അത് സമർപ്പണത്തിനുള്ള പാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് എത്രയോ 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 ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരുന്നത് എന്ന കാര്യം മറക്കാതിരിക്കും. ഞാൻ വാമനാവതാരം വായിക്കട്ടെ. അപ്പൊ കദളിപ്പഴ എവിടെ, കദളിപ്പഴ ഉണ്ടോ, ഉണ്ടോ, അതാ ഒരു കദളിപ്പഴം ഒന്നെങ്കിലും കിട്ടിയല്ലോ കദളിപ്പഴന്നെ. അപ്പൊ കദളിപ്പഴമാണ് എല്ലാവർക്കും അവിടെ പോയാൽ കദളിപ്പഴം കിട്ടും. ഓരോരുത്തർക്ക് അവിടെ പോയിട്ട് കദളിപ്പഴത്തിന്റെ എന്താ ചെയ്യുക, നല്ലപോലെ എന്താ പ്രാർത്ഥിക്കുക, എന്താ പ്രാർത്ഥിക്കുക, ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്, അവരൊന്നും പ്രാർത്ഥിക്കണ്ടേ, ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു കദളിപ്പഴം അവിടെ പോയിട്ടെടുത്ത് ഇപ്പോഴാണ് സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ കദളിപ്പഴ മലയാളം അറിയില്ലേ, വീട്ടിലുണ്ടായ പഴം എന്നാ അവിടെ വെച്ചു. വീട്ടിലുണ്ടായ, സ്വന്തം വീട്ടിലുണ്ടായ പഴം വളരെ നല്ല സമയത്താണ് കൊണ്ടുവന്നത്. നമ്മൾ എന്താ പേര്, പ്രിയ, ആളോ പ്രിയവിന. വീട്ടിലുണ്ടായ പഴം, എന്ത് പഴം, പേരുണ്ടോ, പഴത്തിന് പേരില്ല, പൂവൻ. പൂവമ്പഴം ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ പ്രിയയും ദേവനയും കൂടി വീട്ടിലുണ്ടായ പൂവൻ പഴമാണ്. വളരെ നന്നായി. നിങ്ങൾ നല്ല മുഹൂർത്തത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ചില ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, അപാരമായ ഭാഗ്യമായിരിക്കുന്ന അല്ലേ,
അപ്പൊ അവര് നോക്കൂ, അവരാരാന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഒരു വരി ഞാൻ വെറുതെ ചോദിച്ചു. അവരെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് ഇവിടെ എത്തി സമർപ്പിക്കുന്നത്. ഏറ്റവും നല്ല സമയത്താണ് അവിടെ പോകുന്നത്. കാരണം വാമനാവതാരം വൈകാൻ പോകും. എന്തോ ഭാഗ്യം. ഡോക്ടർ എന്നോട് പറയണേ, അപ്പൊ നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ വെച്ചു. എല്ലാം പോലെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രാർത്ഥിക്കുക? ആവശ്യമില്ലാത്തൊന്നും പ്രാർത്ഥിക്കരുത്. ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഈശ്വര പാദത്തിൽ, ശ്രീകൃഷ്ണന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളത് സമർപ്പിക്കും. വേറൊന്നും പ്രാർത്ഥിക്കണം. കാരണം നമുക്കതാ ഇല്ലാത്തത്. മനസ്സിലായോ? ഭക്തി ഉണ്ടായാൽ എൻ്റെ പിന്നാലെ ബാക്കിയൊക്കെ വന്നു. ഇതെല്ലാവരും സമർപ്പിച്ചോളൂ. ഇപ്പൊ ഞാൻ വായിക്കാൻ പോകുന്നത് വാമനാവതാരമാണ്. പൂക്കളുണ്ടെ കൊണ്ടുവരാം. ആരെങ്കിലും പൂവുണ്ടോ? ഇല്ല അല്ലേ? പൂവ്, മാല. ഒരു മാല കിട്ടാൻ നല്ല വഴിയുണ്ടോ? അന്വേഷിച്ചൊക്കെ എവിടെയുണ്ടോ? നമ്മളെ മാല ഇല്ലേ അമ്പലത്തിൽ? ആര് പോയോ? ഒരു മാല കിട്ടുമോ നോക്കാം. സമയമുണ്ട്, തിരക്കൊന്നും പിടിക്കണ്ട. ഒരു പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ, 2 മണിക്കൂറിനുള്ളിൽ ഒരു മാല കിട്ടിയായിരുന്നു. കിട്ടിയത് എന്നെ കൊണ്ടുപോകാൻ ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടിയായിരുന്നു. മാല വാമനാവതാരത്തിന് ചാർട്ടാണ്. അപ്പൊ ഞാൻ വായിക്കട്ടെ. കുറേ ഇൻട്രൊഡക്ഷൻ പോലെ അധികമായി പോകുന്നു അല്ലേ? എന്നാ ഞാൻ അത്ര പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണം. നമ്മൾ വായന ഇപ്പം എവിടെ എത്തി? നമ്മുടെ വായിച്ച് എവിടെ എത്തി? നല്ല ഐഡിയ ഉണ്ടോ? ഈ വാമനാവതാരമാണ് വായിക്കേണ്ടത്. 17ാമത്തെ അധ്യായമാണ് ഈ വായിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കാം. ഇത്യുക്ത സാധിതി അല്ലേ? നമുക്ക് പുസ്തകങ്ങളൊക്കെ നോക്കാതാണ് വായിക്കേണ്ടത്. ഇത്യുക്ത സാധിതി അല്ലേ? അതല്ലേ ഈശ്വരൻ മുറിയോ? ഇത്യുക്ത സാധിതി. അത് കഴിഞ്ഞിട്ടാണ് അർത്ഥധ്യാന വാമനാവതാരം അല്ലേ? നിനക്ക് ഈശ്വരനോടാണ് ചോദിക്കാനാണ്, ആരോട് ചോദിക്കാനാണ് അല്ലേ? ഈശ്വരാന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ? ഈശ്വരനൊന്നും പറയില്ല. അതെ. അപ്പൊ ഞാൻ വായിക്കട്ടെ. വാമനാവതാരം വായിക്കുകയാണ്. ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. അതാ സപ്തദശോ അധ്യായ. പടങ്ങൾ കുറേ വരട്ടെ. ഇഷ്ടംപോലെ പടങ്ങൾ, ഇഷ്ടംപോലെ മാല, പൂവ് ഒക്കെ വേണം. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും 2 ആള് വന്നിട്ട് അവരൊരു വിളക്ക് കത്തല്ലേ? ഒരു വിളക്കല. അതിൽ നിങ്ങൾ 7 തിരിയിട്ട് കത്തിക്കുക. നല്ല തിരിയൊക്കെ കത്തുക. ആരെങ്കിലും 2 ആൾ വന്ന് 7 തിരിയൊക്കെ വാമനാവതാരം പ്രമാണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതില് നല്ല വലിപ്പമുള്ള തിരിയണേ. നല്ല വലിപ്പമുള്ള തിരിയിട്ടിട്ട് ഒരേ അകലം, ഒരേ അകലത്തിലാക്കുക തിരികൾ. 7 തിരി. നാമം ചോദിച്ചു കത്തിക്കണേ കേട്ടോ. എങ്ങനെ കത്തിക്കണം? അമ്മ കേൾക്കുന്നുണ്ടോ? നാമം ചോദിച്ചുകൊണ്ട് വേണം തിരി. 7 തിരി കത്തിക്കുകയാണ്. അതാ സപ്തദശോധ്യായ ശ്രീശുകൗവാച ഇത്യുക്താ സാ ദിതിരാജൻ സ്വപത്രാകശ്യപേന വൈ അന്വദിഷ്ടൽവ്രതമിദം ദ്വാദശാഹമതന്ത്രിത ചിന്തയന്ത്യേകയാ ബുദ്ധ്യാ മഹാപുരുഷമീശ്വരം പ്രവിഹേന്ദ്രിയതുഷ്ടാശ്വാൻ മനസാ ബുദ്ധിസാരഥി മനശ്ചേകാഗ്ര്യാ ബുദ്ധ്യാ ഭഗവത്യഖിലാത്മനി അസുദേവേ സമാധായ ചചാരഃ വയോവ്രതം തസ്യാം പ്രാദുരഭോൽതാത ഭഗവാനാദിപോരുഷ പീതവാസാശ്ചതുർബാഹു ശങ്കരകരുണാധര അമ്മേത്രഗോചരം വൃക്ഷ്യാസോത്തായ സാദരം നനാമൃതികായേന ദണ്ഡവൽപീതിവിക്വര സ്വോത്ഥായ ദദ്ധാഞ്ജലീടിതംസ്ഥിതാസ്യ ആനന്ദജലാകുലക്ഷണ ബഭൂവ തുഷ്ണീം പുളകാകുലാകൃതി തദ്ദർശനാട്ടുത്സവയാത്രവയവതു പ്രീത്യാശനയർഗൽജലയാ വിലാഹരിം തുഷ്ടാവസാദേ ഗിരി കുലുദ്വാ ഉദ്വീക്ഷതി സാ പിബതീവ ചക്ഷുഷാരമാപതിം യജ്ഞപതിം ജഗൽപതിം അതിരിവാച യജ്ഞേശായജ്ഞപുരുഷാച്യുതദുഃഖപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ മഹാപന്നലോക വൃജിനോപശമോദയാദ്യക്ഷം നകൃതീശപരുവന്നസി ദീനാനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീതപുരുഷക്തിഗുണായ ഭൂമ്നി സുസ്ഥായ ശശ്വതുപഗൃഹീത പൂർണ്ണബോധം വ്യാപാരിതാത്മതമസേ ഹരയേ നമസ്തേ ആയുപ്പരം ബഹുരഭീഷ്ടമതുല്യലക്ഷ്മീർദ്യോ ഭൂരസാ
सकलयोगगुणास्त्रिवर्ग ज्ञानं च केवलमनन्द भवन्ति तुष्टाल् तुतो नृणां किमु समग्नजयादिराशि. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഇത്രയും നേരം പറഞ്ഞു. വായിച്ച ശ്ലോകമല്ലേ? അതിന്റെ അർത്ഥമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞത്. ശ്രീശുക ഉവാച ഐത്യവം സുതോരാജൻ ഭഗവാൻ പുഷ്കരക്ഷണ സർവഭൂതാനാവിരിഹോവാച ഭാരത. ശ്രീ ഭഗവാൻ ഉവാച ദേവമാനഭവത്യാമേ വിജ്ഞാനം ചിരകാംക്ഷിതം യൽ സപത്നൈഃ ഭവശ്രീണാം ചരിതാനാം സ്വധാമത. ആൻവിനർച്ചിത്യ സമരെ ദുർമദാനസുരർഷമാൻ പ്രതിലബ്ധജയ ശ്രീഃ പുത്രൈഃ പ്രസ്യുവാസിതം ഇന്ദ്രജ്യേഷ്ഠൈഃ സ്വദനൈരതാനാം വിരിവിദ്വിഷാൻ സ്വയോജിതന്ദീരാസാദ്യ ദൃഷ്ടമിച്ഛസി ദുഃഖിതാഃ. ആത്മജാൻ സുസമർത്ഥാംസ്തം പ്രജ്ഞാഹൃദേശശ്രിയ നാഗപൃഷ്ഠമധിഷ്ഠായ ക്രീഡതോ ദൃഷ്ടമിച്ഛസി പ്രായോധനാപേ സുരയോധനാഥാഭരണീയ ഇതി ദേവി മേ മതി. യസ്തേന ഭൂലേശ്വരവിപ്രവൃത്താത്മവിക്രമസ്തത്വസുഹൃദാദി അതാപ്യമായ മമ ദേവി ചിന്ത്യ സന്തോഷിതസ്യ വ്രതജന്യയാവേ മമാർച്ചനം നാരികതിഗന്ധമന്യതാ ശ്രദ്ധാരിരൂപം ഫലഹേതുതത്വാക്ഷരാക്ഷിതഷ്ടാണമപ്രത്യോക്തയേകലോകേന സമീരിത സ്വാംശേന പുത്രത്വമുപേക്ഷതേ സുധാൻഗോക്താസ്മി മഹനീച തപസ്യധിഷ്ഠിത. ഉപധാപതിം ഭദ്രേ പ്രജാപതികൾ അകൽമഷം മാം ക്ഷമാവയതീപത്യാവേവം രൂപമവസ്ഥിതം നൈതൽ പരസ്മാ അഖ്യേയ പുഷ്കയാമികസഞ്ജന സർവം സമ്പദ്യതേ ദേവി ദേവഗുഹ്യം സുസംപ്രദം. ശ്രീശുക ഉവാച ഏതാവതുക്വാ ഭഗവാൻ തത്രൈവാന്തരധീയത ഇദർദുർലഭം ലബ്ധ്വാ ഹയർജന്മാത്മനി പ്രഭോഹം ഉപാധാവൽപതിം ഭക്ത്യാ പരയാസവൈ സമാധിയോഗേന കശ്യപസ്തരബുദ്ധിതം പ്രവിഷ്ടമാത്മനി ഹരേരംശം ശമിതദക്ഷണാ സൂരിത്യാം വീര്യമാധർത്താപവസാ ചിരസംഹൃതം സമാഹിതവനാരാജന്ദരുണി അഗ്നിം യഥാ നില. അതിന്റെ അധിഷ്ഠിതം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീപേ മുഖ്യനാമീ ബ്രഹ്മോവാച ജയോ യുഗായ ഭഗവന്നുരുക്രമോ സ്വദേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ. നമസ്തേ പൃഷ്ടിഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ഠായ ശിവിഷ്ഠായ വിഷ്ണവേ ത്വമാദിരന്തോ ഭുവനസ്യ മധ്യമനന്തവ്യക്തിം പുരുഷം യമാഹോ ആലോകമാനാക്ഷിപതീശ വിശ്വം സോദോ വിധാംബരിതം ഗഭീരം ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതിർനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവോകസാം ദേവദിവസ്തുദാന പരായണം നവോരിവ മജ്ജരോപ്സു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം അഷ്ടമസ്കന്ധേ വാമനപ്രാദുർഭാവേ സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ശ്ലോകത്തിലാണ് വാമനാവതാരം വായിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ലതുപോലെ തൊഴുതിരിക്കുക. അടുത്ത ശ്ലോകമാണ് വാമനാവതാരം. ഭഗവാനെ നല്ലതുപോലെ തൊഴുതിരിക്കുക. നിങ്ങൾ കുറെ സമർപ്പണങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? വേറെ യാതൊന്നും പ്രാർത്ഥിക്കേണ്ട. എന്ത് പ്രാർത്ഥിച്ചാൽ മതി? എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭക്തി ഉണ്ടാവണേന്ന് പ്രാർത്ഥന. ഭക്തി ഉണ്ടാവണേന്ന പ്രാർത്ഥനയോടായിരിക്കണം നമ്മളുടെ ഈ ഭാഗവത ശ്രവണം. വാമനാവതാരം അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് ഭഗവാൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് വാമനനായിട്ട് അവതരിക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമായിരുന്നു ഭഗവാന്റെ വാമനാവതാരം. എന്നാണ് വായിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഷ്ടാദശോധ്യായ. ശ്രീശുക ഉവാച ഇത്തം വിരിഞ്ച സ്തുതനമീര്യപ്രാദുർഭൂമാദൂരദിത്യ ശങ്കരദാബ്ജരക്ഷണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. നാരായണ 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 നാരായണ. ഉറക്കെ നാമം ജപിക്കുമെന്ന് ഉറക്കെ ജപിക്കണം. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ. ആ അവതരിച്ച വാമനമൂർത്തിയെ എല്ലാവരും ഒന്ന് നമസ്കരിക്കേണ്ടതാണ്. മന്ത്രമൊന്നും ചൊല്ലേണ്ട. മന്ത്രങ്ങളെ പഠിപ്പിക്കാത്ത നേരമില്ല. നമ്മൾ തിരക്ക് പിടിക്കാതെ എല്ലാവരുടെ മുമ്പിൽ ഒരുപാട് സ്ഥലം നമ്മുടെ തിരക്കൊന്നും പിടിക്കാതെ ഓരോരുത്തരായിട്ട് വന്ന് ഇതിൽ 2-3 ആൾക്കാരെ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആ വാമനമൂർത്തിയെ ഇവിടെ മുന്നിൽ കുറേ സ്ഥലം തന്നെ നമസ്കരിക്കും. നല്ല നല്ല ശീലം. ആദ്യം മുമ്പിലുള്ളവർ വരിക, പിന്നെ അടുത്ത വരി, പിന്നെ അടുത്ത വരി, പിന്നെ അടുത്ത വരി. എല്ലാവർക്കും വാമനമൂർത്തിയെ ഇവിടെ ഭഗവാൻ പ്രത്യക്ഷമായ സമയമാണ്. എല്ലാവർക്കും ഭഗവാനെ വന്ന് നമസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ അറിയാമോ, അങ്ങനെ മുട്ടുകുത്തിക്കണം നമസ്കരിക്കുക. പുരുഷന്മാരാണെങ്കിൽ നീണ്ടത് വന്നിട്ടാണ് നമസ്കരിക്കുക. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എല്ലാവർക്കും ഭഗവാനെ നമസ്കരിക്കാം. ശ്യാമാവതാലോചരാജകുണ്ടല കിഷോല്ലസൽ ശ്രീവദനാംബുജകുമാർ ശ്രീവത്സമക്ഷാലസീടകാഞ്ചീഗുണായിരുന്നോപുര മധുവ്രതംവാദ വിപുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമായാമരി പ്രജാവരേഷ്മതമസ്വരോ നിശാമിനാശയങ്കണ്ഠനിവിഷ്ടോസ്തുവ ന്തരീക്ഷം ക്ഷുതിരഗ്നിജിഹ്വാവോ ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ പ്രഭോ സർവേ നക്ഷത്രതാരാദ്യ ചക്രസ്ഥജന്മദക്ഷിണം ദ്വാദശ്യാം സവിതാദിഷ്ടന്മധ്യന്തിനഗരോർഗുണവിജയാനാമസാ ജന്മവിദോഹരേ ശബ്ദലോകവയോനീതു മൃദംഗമണമാനകാചിത്രവാദിത്രദൂര്യാണാം ഘോഷസ്തുമലോ ഭവത്പ്രീതാശ്യാം സരസോ നർത്യന്നർവപ്രവരായുഗു പുഷ്പകുംഭനയോ ദേവാമയാർപ്പിതരോ മയാ സിദ്ധവിദ്യാധരഗണാസകിം ഗുരുഷനിധരാചാരണായ ശരക്ഷാംസി സുവർണാമുത്തമ ഗായന്തോതി പ്രശംസന്തോ നൃത്യന്തോ വിവിധാനുകാരിത്യാശ്രമവലം സ്വയ സമഭാഗീരൻ ദൃഷ്ട്വാദിസ്തം ജഗപ്രസംഭവം പരപവാം സമ്പദമാപരിസ്ഥിത ഗൃഹീയദേഹനിയോഗമായ പ്രജാപതിഷ്ഠാതി വിഭൂഷണായുധൈഹി അവ്യക്തയ ഘട്ടമധാരയതൈ ബഹൂവതേനൈവ സമാമനോപടു സംപശ്യതോ ദിവ്യമതിയഥാമല തമ്പടും മാമനം ദൃഷ്ട്വാ മോദമാനാമഹിംസയാ കർമാണി കാരയാമാസോ പുരസ്കൃത്യ പ്രജാപതി തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാഗ്രഹീ ബൃഹസ്പതി ബ്രഹ്മസൂത്രം മേഖലാം പശ്യ കൊടുതാൽ ദദോ കൃഷ്ണാദിനംഭുജം ഗന്ധം സോമോ വനസ്പതി നോപീനാം ഛാദനം മാതാജോ ശതപദേഹ കമണ്ഡലം വേദകുശാൻ സപ്തരക്ഷയോ ദദു അക്ഷമാല മഹാരാജ സരസ്വത്യപയാത്മനാസ്മായിക്ഷരം അപ്രിയാമത ദീക്ഷാം ഭഗവതി സാക്ഷാൽ ഉമാദാൽ അംബികാസരി സ ബ്രഹ്മവർച്ചസേനൈവം സദാം സംധാനിതോടോ ബ്രഹ്മക്ഷീണാദിഷ്ടാമത്യരോക്ഷതമാരിഷ സമിദ്ധമാഹിതം എന്നെ കൃത്വാകരിസമോഹനം പരിസ്ഥിയ സൗന്ദര്യാസമിദ്ധി അജുഹോല്യ ശ്രുത്വാശ്വമേധൈ യജമാനമുഖിതം പ്രതി പ്രഗുണാമകൽപ്പിതേ സ്വലം നിജാമർത്താനിലധാന സംപ്രദോ ഭാരേണ സന്നമയൻ പദേ പദേ തം നമ്മദായ സ്വർത്തരേ വിലയറുത്യജസ്തേ പ്രഭുവച്ച സംധരേ പ്രവർത്തയന്തോ ഭഗവതോത്തമം വിദക്ഷതാരാഗന്ധധാരതി തരുത്യജോജമാനസ്വരസ്യ ഹരത്യശോ അവന തൈജസാധപാ സൂര്യകിലായ തിരുമാവിഭാവസോ സരകുമാരവണസു പ്രക്ഷയാകരോഹ ഇത്തം സഹിശേഷുദുഷ്ടനേകതാവിനത്യമനോ ഭഗവാൻ സഭാമനാക്ഷത്രം സ്വതന്ത്രം സതിലക്കമണ്ഡലം വിവേശവിപ്രഭയമേഘവാടം മൗഢ്യമേഖലയാവീകം പൊഴികാതിലോത്തരം കിടിലം വാമനം വിപ്രമായ മാണവകം ഭൈ പ്രവിഷ്ടം വീക്ഷ ഭഗവത്ശ്രീഷ്യാസേ സഹാഗ്നി ഭക്തിരമണി സമുദ്ധായ സഹിഷ്ഠാപ്രസവേമാനപ്രവചനോ ദർശനീയം മനോരമം രൂപാനുരൂപ അവയോ തസ്മാസനമാഹര സംഗതേനാഭിവദ്യാദാപാദോ ഭഗവതോ പ്രിയമനിത്യാക്ഷേയമാസമുക്തസംഗമനോരമം ധൽപാദശോജൽ ജനകൽപഷാവഹം സധർമ്മവേൻ മൂർത്തിരദാസമക്കളങ്ങൾ ദേവദേവോചന്ദ്രമൂലദാനമൂർധനാകടയായ ഭക്തിയ ദരിദ്രമായ സ്വാഗതത്തെ നമസ്കൃത്യം ഗർവാമത്തെ ക്ഷീണാന്തവസാക്ഷാത്മന്യേത്വാര്യോഹം മജ്ജന പിതൃശ്രോത്താജനപാവിലയം ജന്മമാനാദരോ വിധാനജ്ഞയോ മേ സൂർണാധാർജീയാത്മയോ കൃഷ്ണനാമനേതനേഹ്യമൂലഹോദാസ്തവ യദ്വിടോ വാഞ്ചതി കൽപ്പതി ക്ഷമേത്വാം അർത്ഥിനമി പ്രസ്താർക്കേണാജനമുടധാമഷ്ടം അഥാന്യമത്രജ്ഞാൻ സുമുഖാൻ വിരകാൻ വികാൻ ബാലധാൻ തമസമീക്ഷായ നിശ്ചയഭാവരാണേ പാരവംസ്യാം സമുദായാമഷ്ടവസ്കന്ധേ ആമനപദാദുർഭാവേ വിവാഹ സമ്പാദനഷ്ടാശ്രദ്ധായ സർവത്ര ഗോവിന്ദനാമസുകീർത്തനം ഗോവിന്ദ ഗോവിന്ദ
കുറേ വായിക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് നിയമത്തിൽ വായിക്കുന്നത്. ഇനിയും വായിക്കണം അല്ലേ? എല്ലാം വായിക്കുന്നത് കഴിഞ്ഞിട്ടൊന്നുമല്ല, എല്ലാം വായിക്കാം. പക്ഷെ ഒരുപാട് വായിക്കാനുള്ളത് അതോടെ ഉച്ച കഴിയുന്നത് വായിക്കാം. അതിന് 6 അധ്യായം കൂടി വായിക്കാം. ഇതിൽ 6 അധ്യായം കൂടി വായിച്ചാലേ ഒരു 11:30 വരെ ഇത് വൈരാജനം സസൂത്രതം നിശമ്യ ഭഗവാൻ പരാതി നന്ദിയതമബ്രഹീത ശ്രീ ഭഗവാൻ വാച വജസ്തമേകജനദേവസൂത്രതം കുലോചിതം ധർമ്മയുതം വചസ്കരം യസ്യ പ്രമാണം ഭഗവത്സാംബരായ വിരാമഃ കുലവൃക്ഷപ്രശാന്താം നഖേലസ്മികുലേകസ്യ നിസ്സത്വകൃപണഃ പ്രത്യാഖ്യാത പരിശക്തയോ വാദാദാ വിദ്യാദേന സദ്ധിതൈതജാതനാതദാ പരാമുഖായ തമസ്നോദവായുഷ്മൽപ്രയന്ത സദാമലയ പ്രഹാദുദ്ഭാതി ദോടുപക്ഷേ യഥോജാതഹിരണ്യാക്ഷരനേകൈമാം മഹീപതി വിരന്തികൃത്യനായുധായ വിഷ്ണുക്ഷുമോദ്ധാരാഗത നാത്മാനം ജൈനം മേന തദ്വീരം ഭുജന സ്മരൻ നിശമ്യതവദ്ഭ്രാതഹിരണ്യവിജോപുരാഗ്രാഹന്തം ഭ്രാതൃകാം ക്രോധജഗാമതലയം ഖരേതമായാന്തസമാലോക്യാശൂലവാണി കൃതാന്തവദൻ ചിന്തയാമാസ കാലജ്ഞവിഷ്ണമായ വിനാമരായതോഹമൃത്നാസുവൃത്തിപ്രാണപ്രദാമിവാദോഹമസ്യോദയം പ്രവക്ഷ്യാമി പരാഗ്ദേശ एवं सा निश्चित्यरिगोचनीयमाधावदन सुरेन्द्राश्वासादिनाधिकृत सूक्ष्मदेहस्थलप्राणधरणविघ्नजेदा सदन्निकेतन परिवृश्यमानाशो परिवृश्यशून्यमुपृश्यमानकृतनादक्षमाभ्यां दिशकम्बरासमुद्रा विष्णुं विजन्नन्दर्शवीर अवश्यनिधिगोमाचमयानिष्टमिदं जगद्धान्तुकामिकतोनोनमिदोन आवर्तते पुमान् वैरानिबन्धेयदावनमृत्युर्विदेकिराज्ञान प्रभोनिरहमानोऽभिवृद्धिता पिता प्रह्लादपुत्रस्ते तद्विद्वादिजवित्सना सुमार्गजङ्गेभ्यो देवेभ्यो दासयाचिता भवानाचरितं धर्माचतोभिमेनिधि ब्राह्मणे भुवदेशूरे निःशोद्धामकृते तस्मात् त्वमहीमीश्वरणेहमर्दर्शभात् पदानि प्रीणयत्यन्द्रसंविधान पदां वा नाट्यकामे राजवदानचूरिसुरायण प्राप्नति विद्वान् यावदर्थवति गृहां परिजुवाञ्च अहो ब्राह्मणदायादवाचस्य वृद्धसम्मतां त्वं बालबालिष्मति स्वार्थं प्रत्याबुद्धो यथा मां वचोभिः समाराध्यलोकानामेकमिश्रमतत्रयणीदयो बुद्धिमतिपदाशुषमपमान् माम् अपव्रजयो भूयो याचितमेधिगति तस्मवृत्तिगतिं भूमिकटोकां प्रतीक्षमे श्रीभगवानुवाच यावदृश्याप्रेष्ठति लोकाचितेन्द्रं शक्नोति देवे सर्वे प्रतिमुरे कुत्रवाप्रविक्रमेण सप्तदीपेनाभिनवृते नववर्षतमेकसप्तदीपरिच्य सप्तदीपाधिपत्यन्तपवैनिकयातया अर्थीकामेकदानां तकृष्णाय इति न श्रुतं यदृच्छयोपन्नेन सदुष्टो वर्तते सुखं नासन्तुष्टतभिर्लोके पुंसोऽयं संसदेहादिरसन्तोषोऽर्थकामयं यदृच्छयोपन्नेन सन्तोषो मुक्ते स्मृता यदृच्छा भुजुक्तस्य तेज विप्रत्यवर्धते कल्पशान्मित्यसन्तोषनम्भसेवा शिक्षणे तस्मादेव वृणेकल वरदर्शभा एतावदेव सिद्धोगं वित्तं यावत् प्रयोजनं श्रीशुक उवाच इत्युक्तः वाञ्छात् प्रतिकृत्यतामामन महिम्दतं जगिरः जलभाजन विष्णुलक्ष्मणप्रदासनोचना सुरेश्वर जान श्रीकृष्ण विष्णो शिष्यभागदामराशुक्र उवाच एतमेव साक्ष भगवान् विष्णुरव्यागशमाद्यजात देवानां कार्यसाधकं प्रतिश्रुतं तयरस्मै यदार्थवजानतां रत्नादसाधुननिदैत्यानमाहारभगवान् न्यायशतेस्थानं शिष्यश्रीमते यशोयश्रुतां दास्यत्याच्छिद्य सक्रायमाय मानवगोहरि प्रविक्रमयमानलोकान् विश्वकायकमिष्यते सर्वसंविष्णुने दत्त्वा मूढमर्तशते कथं क्रमदोकमदेकेन द्वितीयदेवमिभो भ्रंशकाय नमकथा कार्तीयस्य बुधो गतिनिष्ठाने नरके मन्यः प्रतापि प्रविश्रुतं प्रतिश्रुतस्यायोनीशब्दवादितुं भवान् दत्तां प्रशंसन्ति येन वृत्तिर्विबध्यते दानं यज्ञस्तवकर्मलोके वृत्तिमतोगित धर्माय एष से अर्थाय कामाय स्वजनाय च पञ्चधा विभजन्ति भगवत्रजमोद्धे अप्रापि बहुर्जेर्किदस्मनिश्रतत्मा सत्यमो विद्य प्रोक्तम् यन्नेत्येहादं हित सत्यमुषकोलं विद्यापकृष्ठचियते रक्षे जीवनदन्नस्यादतमूलमात्मातं यथा वृक्षमूलं शुष्यत्युद्वर्तदेशं एव नष्टान्तसत्यात्मा शिक्षेण संशयं परागिरिक्तमपूर्णमक्षरमेतदोमिदियर्किदिदोमिदिप्रिया तेन रिच्येत वैपुमान् भिक्षवे सर्वं कुर्वन् आलङ्कामेन जात्मने अधेतपूर्णमभ्यात्मं यच्चनेत्यादृतं वचा सर्वनेत्यनृतं भुजा स दुष्कीर्तिश्च सम्प्रदाम् स्त्रीषु नर्म विवाहे च वृत्त्यर्थे प्राणसङ्कटे गो ब्राह्मणार्थहिंसायां नानृतं स्याज्जुगुप्सितं श्रीहरे नमैति श्रीमद्भागवते महापुराणे वार्तिकसंहितामतोस्कन्धे वामनप्रादुर्भावे 12 सर्वत्र गोविन्दनाम संकीर्तनं गोविन्द। ओम नमो भगवते वासुदेवाय। 13 श्रीशुक उवाच बलिदेवगृहबलिकुलाचार्येण भाषिता तूष्णीं भूतशालितादिन उवाच अमृतगुरुबलिदेव उवाच सत्यं भगवतां प्रोक्तं धर्मयुगमेधिना अर्थं कामं यशोवृत्तं केवल बाध्यते गर्गजसजामितलोभेन वृत्त्या चक्षे कथं द्विजं प्रतिष्ठितदामिति प्राणादिपितवो यथा
നശ്ച സത്യാപരോ ധർമ്മേതി വാച ഭൂരിയ സർവം ചോടബലമനെ റേഡിയോരന്തരം നാഹമിഭിന്നനരിയ നാഥന്യ ദസുഘാർണമാദ നസ്ഥാനച്ചവരാമത്വരഥ വിപ്രപ്രലംഭനാദി യഥാചുലോക്യസ്യ സംവരേതം ധനാദികം തസ്യാകി നിമിത്തം കിവിപ്രതുഷ്യേന തേന ചെയ്ത ശ്രയപ്രവന്തി ഭൂതാൻ സർവദുഷ്ടജാസുഭിദ്ദേശി വിപ്രഭൃതയാകോ വികൽപ്പധനാദിച്ചു ദൈര്യം ഉഭൃജയമൻ ദൈത്യേന്ദ്രേ അനുവൃത്തിഭിം തേഷാം കാലോക്യസി ലോകാനേശോധികതം ഭവിച്ചുലഭാഗി വിപ്രശേഖന വൃത്താസനുത്യജാനതദാദിത്തായാദേശധ്യായ ധനത്യജാവനസ്യകാരുണികസോപരേ കർത്തികാമോപനേന കുർഗതി കുതഃപുനർബ്രഹ്മവിദം ഭവാദൃശാ തദോകടോരസ്യ ദദാനുവാചന കേജന്ത്യച്ചകൽപ്രിയമാതൃത ഭവത്താമവിധാനഗോപിദാസായ വിഷ്ണുരവസ്വാവരോ ദാസ്യാമ്യവിഷ്ണേക്ഷിതിം സദാമനേതത് സർവ്വജ്ഞാനാഗസദാപിണ്ഡേശ ദൃഢം പണ്ഡിതമാന്യജ്ഞ സ്തബ്ധോസ്യ സ്മൃതിപക്ഷീയമക്ഷാസ്നാദികോസ്തമജഭ്രശ്വസ്യ ഏവം സപ്തസുഗുണ സത്യാനചരിതോ മഹാൻ വാമനായ ദദാവേനമർച്ചിത്തോ ദഗപൂർവകം വിദ്യാലിതനാഗത്യാപന്നീജാലകമാലിനി ആനിന്നീ കലശം ഹൈമം അവനീജന്യപരം ഭൃഗ യജമാനസ്വയം തസ്യ ശ്രീമൽപാദയുഗം മുദ അവനജ്യാപകൻ മൂർധനി തദപോ വിശ്വഭാവനേ തദാ സുരേന്ദ്രനി വിദ്യാനാഗദ്രവിദ്യാദൃഷ്ടജാനഃ കൽക്കവസ്ത്രദേവനാജാർജവം തദസ്വരവർഷേ വവൃഷപദാനിതഃ നേതൃമുഖ ദുദ്ഭയ സഹസ്രജോ ഗന്ധർവ്യം പുരുഷേന്ദ്രാജോ മനസ്സുനാനകമം സുദുഷ്കര വിദ്യമാനതാകൽ ഇവമേ ജഗത്രയം തൽവാമനം രൂപം അവധനാത്മഹരേരനന്ദസ്യഗുണത്രയാത്മകം ഭൂഖം നിശോദേവരാമയോദ്യാതിരംഗദേവ ഋഷവേദാസുര കായമരിതസി മഹാവിഭൂതയ സകർത്തികാദ്രസദസ്യ തദസ്യ വിശ്വം ത്രിഗുണം ഗുണാത്മക ഭൂതേന്ദ്രാത്മാശീവയുഗുര രസാമജത്താഭിവലേതവാദയോ മഹിമഹിദ്രപുരുഷസജംഘൈവ പദത്നാജാന്വനി വിശ്വമൂർത്തേർവർഗണമാർഗവിരസേന സന്ധ്യാവിഭോർവാസജുഖ്യൈച്ച പ്രജാപതിം ജഗന്നാത്മമുഖ്യം നാഭ്യാനഭകുക്ഷീഷു സപ്തസിദ്ധുരക്രമചോരസക്ഷമാല ഹൃദ്യംഗ ധർമ്മത്രയോപരാജയം സത്യജോനസഭ്യംഗ ശരീരം ചോക്ഷസരവിന്ദസ്നാകണ്ഠേശനാമായ സമത്രേഭ ഇന്ദ്രപ്രധാനമരഭുജേഷു തൽകർണയോ കകുഭോദ്യസമൂർധനെ കേശേഷു മേഘാശ്വസനം നാസികായ മക്ഷ്ണോശ്ച സൂര്യമദനെ ജലന്യം വാണ്യാം ച ഛന്ദാം ശിരസേ ജലേശം ഭ്രോതിശേലജ്യോതിഞ്ചോക്ഷ്മസ്വം അഗസ്തനാഥ്യവരസ്യവും സമന്യമില്ലാടദ്രേവലോഭാം സ്പർശേചകമതവയതസംഭ പൃഷ്ടേ തധർമ്മം ക്രമേഷ്യജ്ഞം ഛായാസ്പത്യം ഭക്തേജമായം തനുരുഹേഷോ വർഷധിജാന്തേശ്ചന്ദ്രേ നദീശ നാഡീഷുലാമഗ്യേഷു ബുദ്ധാമചന്ദ്രവനാർഷ്യംശ പ്രാണേഷു ഗാപ്തസരജംഗമാനി സർവാണി ഭൂതാനി ദദർശവീര സർവാത്മൈതഭുവനന്തരിക്ഷ സർവേശ്വരാകശുലമാവിരംഗ സുദർശനം ചക്രമാസംകേതേജ ധനശുദാംഗസൈതഘോഷം പർജന്യഘോഷജഗപാഞ്ചന്യ കൗമതി വിഷ്ണുഗദാധരസ്യ വിദ്യാദ്രവസി ശതചന്ദ്രയുക്തോണത്തമവക്ഷസായ ഗോജ സോനാന്തമകവദസ്ത്രീശം പാർശ്വമജ്ഞാ സർവ പദം ദ്വിതീയം ക്രമസ്തുഷ്ടമം നവേ തൃതീയായ തദീയമണ്ഡവേ ഉരുക്രമശ്രീയംഘിരുടഞ്ഞു നവീനാഭാഗവനായ വർത്തസ്കന്ധേ വിശ്വരൂപദർശനം നാമ വിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സംഗീതം. ഓം നമോ ഭഗവതേ വാസുദേവായ ധൈകവിംശതമോധ്യായ ശ്രീശുകൗവാച സത്യം സമീക്ഷ്യ ഭഗവാൻ നാഗേന്ദ്രവിഹാതസ്തധാം അദ്രാപ്തോഭ്യക പരിചിശ്രർഷേ ബൃഹപ്രദാസനന്ദനാഗ നരദേവയോഗീന വേദോപവേദ നിയമാതിരാമതർഗേതിഹാസകപുരാണ സംഹിത യേ ചാമിനയോഗ സമീരതി വിദജ്ഞാന അഗ്നിനാജന്തിത കർമ്മകർമ്മശാമന്തിരസ്മരണാൻ ഭവന സ്വയംഭുവം ദാമഗദാകർമകമഭാഗ്രേപ്രാനന്ദ വിഷ്ണുരുവാഹനപത്മഭവോരണോദക സമർച്ച്യ ഭക്തിയാഭ്യഗ്രഹണാച്ഛുതിശ്രവ എന്ന ആത്മംഗേരിക സംഭവസ്വയം ധാതുക്കമണ്ഡലജതദുരുക്രമസ്യ പാദാവനജനഭൃതയാദരേന്ദ്ര സ്വർഭിന്നഭുംന ഭവസി സാപാദകീയമാഷി ലോകത്രയം ഭഗവത് വിശദേവ കീർത്തി ബ്രഹ്മാദിലോകനാഥ സുനാഥ സുമാതൃത താരകവിവാചക സംക്ഷേത്കാത്മവിഭൂതി സംക്ഷിത്കാത്മവിഭൂതയ തോയ സമർപ്പണേ സവിധിഗന്ധായ ലവനേ ധൂപദീപേ സൂര്യാദിഭിർലാജ അക്ഷരഫലാംഗുരിഹ സവനൈദേ ശബ്ദേ ചതുരിരി മഹിമാംഗിരിഹ മദത്യാവാദിത്രഗീതിശ്ച ശംഗദുന്ദുഭിസ്വനൈഹ ജാമ്പുവാനക്ഷരാസുഭേരി സത്യമനോജവ വിജയനിക്ഷുർവാസു മഹർസമഘോഷേത മഹീം സർവാഹൃതാം ദൃഷ്ട്വാ ത്രിപദവ്യാജയാച്ഛനയ ഓജസ്തഭർഗരസിതാ ദീക്ഷിതസ്യാത്മനിഷിതാ നമ അയം ബ്രഹ്മപദവിഷ്ണമായ വിനാമരാത്രിജലോകപ്രതിച്ഛന്നോയകാരം സ്വീകരിച്ചതി അനേഹയാചമാനേന ശത്രുനാവടിലോകനാഥോസ്മഹൃതം ഭക്തന്യസ്തദണ്ഡസ്യ സർവ്വതസ്യ സാതദം യശിതസ്യ വിശേഷത നാനൃതം ഭാഷിതം ചകവിമണ്ഡസ്യയാവത തസ്മാത് ശബ്ദോ ധർമ്മോ ഭർത്തോ ശുശ്രൂഷണം ച ഇത്യായുഭാഞ്ജഗർഹേ ജഗർഗുരുപരേരനുജരാസുരഃ തേ സർവേ വാമനം ഹന്തും ശൂലപട്ടിശവാണ്യ അനുചതുരേ രാജ പ്രാതർനിജാതമന്യവ താനഭിദ്രവതോദശ്വരജാനികമാനുഭാ പ്രകസ്യാന്തരാ വിഷ്ണോ പ്രത്യഷേധൻ ഉദായുധാ
നന്ദ സുനന്ദോദ ജയോ വിജയ പ്രബലോബല കുമുദ കുമുദാക്ഷസ വിശ്വക്ഷരപദത്തിനാട് ജയന്ത ശ്രുതദേവച്ച പുഷ്പദന്തോധ സാത്തുദ സർവേനാകാര പ്രണാശമുദ്ദ ജഗന്നാസുരൻ കന്യമാനസ്വാദിഷ്ട വൃഷാജരബലേ വാരിയാവാസ സമൃദ്ധാകാമേശാഭുമനസ്വന ഹേ വിപ്രജിത ഹേ രാഹോ ഹേ നൈമേശ്വരേതാവജ മായുദ്ധിതാന്യവർത്തതന്ന കാലവർത്തക യപ്രഭസർവഭൂതാൻ സകലകോപത്തെ താം നരിവർത്തതം ദൈത്യ വരുഷിനിശ്രകുമാൻ യോനഭമായ പ്രാകാസിതഭവായ യോഗ സംശയോ ഭഗവാനദ്യവർത്തത്തെ തൈവദ്യ ബലേന സത്യവർബുദ്ധ്യാ ദുർഗമംഗളൗഷധാദിഭ്യേ സാമാദി വായിച്ചാകാലം യാതിരിവൈജന ഉപലഭ്യപ്രതിദാഹ്യതേ ബഹുശോധനാഹരെ ദൈവേന അർദ്ധൈസ്തൈവാദ്യൈതിത്വാദർദിന ഏതാൻ വൈവിജ്യശ്യാമോ ഇത് ദൈവം പ്രസീദതേ തസ്മാകാല പ്രത്യക്ഷതം യോനോർത്ഥത്വായ കൽപ്പത്തെ ശ്രീശുഖകുമാജ പദ്ധതികതൃപ്താൻ ദൈതനാവി വിധവാൻ രസാമി വിശോരാജ വിഷ്ണുജ പാരിഷദാടിത അഥത രക്ഷസുഖജ്ഞാതവിരാൽ പ്രഭുചികിരിഷിതം ഭവന്തം ആർണൈപാശപരി സൗദേഹേന കൃതോ ഹാഹാകാര മഹാനാശ ദ്വാദശവസ്രവതോദിശ കൃത്യമാണ്യശ്രവതോ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ തം ബദ്ധം വാർണൈപാശേ ഭഗവാനാഹവാമന നഷ്ടശ്രിയം സ്ഥിരപ്രജ്ഞമുദാരയേ സസംഭ്രമപദാന്തരദത്താനെ ഭൂമിപജനയാസുരം ദ്വാഭ്യനാഥമഹീശ്വരവാ തൃതീയോപകൽപ്പയാ യാവൽ തപതസോഗോഭിര്യാവലിദ്സഗോഡഭീസ യാവൽ വർഷവർജനസാവനി ഭൂയം തമാപദീകരമയാക്രാന്ത ഭൂർലോകകംദിസസ്തനഃ സ്വലോകസുദുദീയേന പശദസ്തേ സമാന്തന പ്രതിഷ്ഠിതദാസത്തെ നിര്യവാസ ഈശ്വരേ വിശ്വത്വനിരയ തസ്മാ ഗുരുനാഥാനുമോദിത വൃഥാ മനോരഥസ്തസ്യ ദൂരേ സ്വർഗപദത്യഃ പരിഷ്ഠസ്യാദാനേന യോക്തരവിപ്രലംബലേ വിപ്രലബ്ധോദാനീതി തയഹം ചാഠിമാനിന തഗ്ഗണികവലം ഭുക്സോദരേകൽ തികരിച്ച സമാഹ ശ്രീഹരയാമൈദേ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരഭൗമസംഹിതായാം അഷ്ടമസ്കന്ധേ വാമനപ്രാദുർഭാവേ വൃതനികോ നാമ ഏകവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ദ്വാവിംശതിതമോധ്യായ ശ്രീശുഖഗുരുവാച ഏവം വിപ്രകടോ രാജപരിഭഗവതാ ച ഭിദ്യമാനോപ്യഭിജ്ഞാത്മ പ്രത്യാഹ വിക്രമവചാവിരുവാച യദ്യുത്തമ ശ്ലോക ഭവാൻ മമേരിതമജോ വെളികം സുരവ്യമനതേ കരോ കൃതം തന ഭവേത്രയം പദം ഹൃദയം കുരു ശീർഷ്ണിമേ നിജം വിധേനനാഹം നരികാൽപതച്ചുതോന്ന പാശമന്ദരവസാന്തുരത്യാദ് നൈവാർത്ഥകൃച്ഛ്രാൽ ഭവതോ വിനിഗ്രഹാദ സാധുവാദഭൃശമുദ്വിജേധ പുംസാശ്ലാഘിതമന്യതമർഹിതമാർപ്പിതം നിയമമാതാപിതാ ഭ്രാത സുദിശാദിശന്തിഹേ തന്നോന്മസ്രാണെന്ന പാരക്ഷപരമോവിരം യോനോ അനികമതാന്ധാ വിഭ്രശാന്തിശ്രാന്തിശേയസ്ന വിരാജമന്ധ്യേന നമവിബ്ധേതരാഹ ഭഗവനേ ഭിരശ്രീവ്യാഭൈവാന്തിയോഗിന തേനഹ നിഗൃഹീതസ്മൈ ഭവനഭുരികർമ്മണാപദ്യസ്ത വർണ്ണൈപാശനാദിപിതനജവ്യഥേ പിതാമഹം ഭൃത്യ സമ്പദാ പ്രഹ്ലാദ ആവിഷ്കൃത സാധുവാദ ഭവദ്വിപക്ഷേണ വിചിത്ര വൈഷ്ണവ സമ്പരാവിദസ്വപരമസ്വൈത്ര കിമ ആത്മനാനേന ജഹാതീയ വാദതക്യം വിഘ്നകാര്യ സുനാവിദസ്വവിക്യം ജായ സംസദിഗത ഭൂത്യാമർദ്ദസിഹേ കിംഭായിഷോപ്യ ഇത്തം സാ നിശ്ചിതരി പിതാമഹോഹ നഗാധവത ഭവതപാദവത്മ ധ്രുവം പ്രദേദേ ചകുതോ ഭയം ജനാഭീതസ്വക്ഷക്ഷവണസ്യതത്തമ അദാഹമപ്യാത്തരിവോസ്തവാന്തികം ദൈവേന പ്രഥമം യാത്ര ശ്രീ രംഗനാഥനിവർത്ത ജീവിതം യാദൃവം സ്തബ്ധമതിൽ നവർദ്ധിതേ ശ്രീശുഖകുവാച തസ്യ തഭാഷമാണസ്യ പ്രഹ്ലാദോ ഭഗവത്പ്രിയാജുഗാമഗുരുശ്രേതനാഗവതിവചന തമിന്ദ്രസേന സ്വ പിതാമഹക്ഷ വിരാജമാനം നളിനായ ദക്ഷിണം പ്രാപ്തു വിശങ്ക അമ്പലമഞ്ജനത്വിഷ പ്രലംബപാപ സുഭഗം സമീക്ഷത തസ്മൈ പരിവാർണവാശ്യന്ത്രദാതവർഷണം നവജഹാരപൂർവൻ നനാമമൂർധനാശവിലോലലോചന സവ്രീഡ നീചീരമുഖോ ബഭുവഃ സതത്ര ഹാസീന മുദിവീക്ഷ സൽപതിം സുനന്ദനന്ദ ധനകേരുപാസന ഉപേത്തി ഭൂമശിരസാമഹാമന നനാമമൂർധനാപുളക അശ്വവിക്രവാപ്രഹ്ലാദകുവാച തമൈവരത്തമതമൈന്ദ്രമൂർജന ഹൃദം തദേവാദ്യ തഥൈവ ശോഭനമന്യേ മഹാനസകൃതോ ഹ്യനുഗ്രഹോ വിഭ്രംശിതോ യച്ഛ്രയ ആത്മമോഹനാദ് യാഹയുദ്ധാനഭി മുഖ്യദേഹതർക്കോ വിദഗ്ധേ ഭിമാത്മയതാ തസ്മൈ നമസ്തേ ജഗദീശ്വരായ വൈ നാരായണായ ഖിലലോകസാക്ഷിണേ ശ്രീശുഖകുവാച തസ്യാന ശൃണ്ഡതോ രാജപ്രണാദിസകലാഞ്ജനഹരിണഗർഭോ ഭഗവാൻ വാൽമധുസൂദനബദ്ധവിക്ഷോനിസ്സാധിതൽപത്നി ഭയവിക്ര പ്രാഞ്ജലി പ്രണതോ വേന്ദ്രം ബഭാഷേവാമുഖീന്ദ്രഭാവജ്ഞാവിരുവാച ക്രീഡാർത്ഥമാത്മനിധം ത്രിജഗത്കൃതം തേ സ്വാമ്യം തൃപ്രവിധിയോപരീശുവിദ്യുകർത്തൃപ്രഭോസ്തവാക്യമസിലാവഹന്തി അവരോധിതകർത്തൃവാച ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗന്മയ മുഞ്ചേന ഹൃതസർവസ്വം നായകനിധം കൃഷ്ണാത്തേ നേഹർത്താ ഭൂർലോകാകർമാർജിതാശേ നിവേദനം സർവസ്വമാത്മാവിക്രമയാധിയ നിവേദ്യം ച സർവസ്വം ആത്മാവിക്രമയാധിയ കൽപാദയോരാശതധിസലിലമൃതായ ദുർവാംഗീർവിവിധായ സദീം സമദ്യ അപ്യുത്തമാൻ ഗതിമസോ ഗതിവജതേ ത്രിലോക്യം ദാശ്വാന വിക്രമാനാത് കഥമാത്യമുച്ഛേദം ശ്രീ ഭഗവാനുവാച ബ്രഹ്മണ്യമനുഗൃഹാമി തദ്വിശുദ്ധനമ്യഹ ജന്മത പുരുഷസ്തബ്ധോ യോഗം മാം ചാവമന്യതേ യഥാ കഥാച ജീവാത്മാ സംസർണിജ കർമ്മഭിനാനായോനിഷ്വനീശോയം ഭവിഷ്യം ഗതിമാവജേത ജന്മകർമ്മയോ യോഗവിദ്യേശ്വരധനാദിഭി യജ്ഞസ്യ ന ഭവേ സംഭസ്തത്രായമതനുഗൃഹമാനസ്തമനിമിത്താനം ജന്മാദിന സർവത സർവശ്രയ പ്രദീപാനഃ മുഖ്യനപരംപരാ യശധന ദാനവദൈത്യാനം അഗ്രണീകൃത്യവർദ്ധന അജേഷു അദയാമായാസിതന്നപിന്ന മുഖ്യതേ ക്ഷീണരിക്തസ്യുതസ്ഥാന ചിത്തോബദ്ധ ചതുർഭിജ്ഞാദിഭിശ്ചവരിത്യക്തോ
ആദായാവിധം ഗുരുണ ഭർസിത ശപദോ ജഹോസതന സുവർദാഖലൈരുക്തോ മയാ ധർമ്മോ യനായം തജതത്യവാക യേശമേ പ്രാപിതസ്ഥാനം ദുഷ്പ്രവം അമരൈർ വിസാവനേന്ദ്രസ്യാൻ ഭവിതേന്ദ്രപദാശ്രിയ താമസികമധ്യസ്ഥമിശകരവേരവിധ എന്നാഥയോ വ്യാധേശ്ചാപനാഭവനോപസത്കാനവസതാം ഇന്ദ്രസേന മഹാരാജ യാഗിഭോ ഭദ്രമസുരേ സുബലം സ്വർഗിഭിപ്രാപ്യം ജ്ഞാതിഭിപരിവാരിത നത്വാമഭിഭവിഷ്യതേ ലോകേശാധിപതാപരത്വച്ഛാസനാദികന്ധൈത്യ സകർമ്മസൂദേശര്യം രക്ഷിഷ്യേ ത്രിമദോഹം ത്വാം സാരകം സവരച്ഛരം സദാ സന്നിഹിതം വീര തത്ര മാം രക്ഷതേ ഭവാൻ തത്ര ദാനവാൻ ദൈത്യാനാം സംഘത്തെ ഭാവാസുര ദൃഷ്ടമതഭാവ വൈ സദ്യ കുണ്ഠോപേക്ഷതേ ശ്രീഹരേ നമഃ ശ്രീമദ്ഭാഗവത മഹാപുരാണേ വാർത്തകം സംഗീതായ അഷ്ടമസ്കന്ധേ ബലവാന സംവാദോ നാമ ദ്വാവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ തത്രയോക്ഷതമോധ്യായ ശ്രീ ശുകഉവാച ഇത്യുക്തവന്നം വൃഷംഗ്രാതനം ഭാനുഭവവിരസാന്ത സംബന്ധ ബദ്ധാജൽ ബാഷ്പകലാവിലക്ഷണ ഭക്തിയുൽഗളോ ഗദ്ഗദയാ പ്രവീദ്വരിവാച അഹോ പ്രണാമായ സ്കൃത സമധ്യമ പ്രബന്ധ ഭക്താദിഗതോ സമാഹിത എല്ലോകമാലേ സ്വദനഗ്രഹോ മരേരബ്ധപൂർവോ വസതേ സുരേർപ്പിത ശ്രീ ശുകഉവാച ഇത്യുക്തഹിമാനം പ്രമാണ സഭമതദാ വിവേശബലം പ്രീതോ വിമുക്താസകാസുഭിः ഏവമിന്ദ്രായ ഭഗവാൻ പ്രത്യാനി അദ്വിഷ്ടവ പൂരയിത്വമാദിദേകാം അശാസ്ത്രസകലം ജഗൽ ലബ്ധപ്രാസാദ നിർമോക്തോ പൗത്ര വംശധരം ബലി നിശാമി ഭക്തിപ്രവണ പ്രഹ്ലാദ ഇദമബ്രവീത് പ്രഹ്ലാദ ഉവാച നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീമ സർവക്തിമുദാപരേത് എന്നോ ശരണാസി ദുർഗപാലോ വിശ്വാഭിവന്ദിതഭിവന്ദിതാംഘ്രി യൽപാദപത്മമകരന്ധരിശേവണേന ബ്രഹ്മാദയ ശരണദാഷ്ടുവദേ വിഭൂതിയെ തസ്മാൽ വയം കുസതയം ഖലയോ നയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവത പ്രണീത ചിത്രം തവേഹിതമഹോമിതയോഗമായാലീലാവിശിഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മന സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യതസി കൽപതരുസ്വഭാവ ശ്രീ ഭഗവാനുവാച വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാതി സുദലാലയ മോദമാന സുപുത്രേണ ജ്ഞാതിന സുഭാവഃ നിത്യം ദ്രഷ്ടാസുമാ തത്ര ഗദാവാണി മോസ്തിരം മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധനം ശ്രീ ശുക ഉവാച ആജ്ഞ ഭഗവതോ രാജൻ പ്രഹ്ലാദ വിനാശക ബാണോദിനാഥായ കൃതാഞ്ജലി പരിക്രമ്യാദിവിഷം സർവാസൃജമോപദേ പ്രണതസ്നജ്ഞാത പ്രവിവേശ മഹാബിലമതാഘോഷ സംഗാജ നാരായണോന്തിക ആസീനമർത്യജാമധ്യ സദസ്യമാദേന ബ്രഹ്മ സന്തര ശിഷ്യസ്യ കർമ്മക്ഷേത്രമിതരദായിക കർമ്മസു വൈഷമ്യാൻ ബ്രഹ്മദിഷ്ടസർവം ഭവേദ ശുക്ര ഉവാച കുലസ്ഥ കർമ്മ വൈഷമ്യം യസ്യ കർമ്മേശ്വര ഭഗവാൻ യജ്ഞേശ്വരേത്യ പുരുഷ സർവഭാവേന പൂജിത മന്ത്രദത്താന്തർതച്ഛിദ്രം ദേശകാലകവസ്തുത സർവം കരോ നിശ്ചിദ്രം നാമ സങ്കീർത്തനം തവ തഥാപി വതതോ ഭുവൻ കരിഷ്യാമി ശാസ്ത്രേണ ശ്രേവനം പുംസായ തവാജ്ഞാപാലനം ശ്രീ ശുക ഉവാച അഭിനന്ദകരത്നവചന ഭഗവാനിത്യ യജ്ഞച്ഛിദ്രം സമാധിതബലേ വിപ്രണശ്രീഭിः സഹ ഏവ വൈമഹീനാജൻ ഭിക്ഷുതാമനോഹരെ തതോ ഭ്രാത്ര മഹേന്ദ്രായ ത്രിദിവ്യമേൽ പരേഹൃതം പ്രജാപതിർഭൂമിവൈഹി കക്ഷഭൃഗാംഗിലോമുഖ്യേ കുമാരേണ ഭവേന ച കശ്യപസ്യ ആദിദേവ്യത്തെ സർവഭൂതഭമായി ച ലോകാനാം ലോകപാലാനാം അകർവാമനം പതിം വേദാനാം സർവദേവാനാം ധർമ്മസ്യ ഏഷ സാശ്രയ മംഗളാനാം വ്രതാനാം ച കൽപ്പസുർഗാപവർഗീയോ യുഗേന്ദ്രകൽപ്പയാന്തകരേ പദേ സർവഭൂതയ തദാ സർവാണി ഭൂതാനി ഭൃശമുദ്രേന്ദ്രപാ തദസ്കൃത്യ ദേവയാനിന വാമനം ലോകപാല ദേവന്ദിന ബ്രഹ്മണ ജാനമോദിത പ്രാപ്യത്രിഭകനം ജയന്തോ വേന്ദ്രഭിജമാലിത ശ്രീയാവർമയാജുക്തമോ ദേവസാധുസാ ബ്രഹ്മചർവകുമാരശ്ച ഭൃഗ്വാദ മനോദർഭ പിതര സർവഭൂതാനി സിദ്ധ വൈമാനികാശ്രേ സുമകൽ കർമ്മദ വിഷ്ണോ ഗായന്ത പരമാത്ഭുതം വിഷ്ണ്യാനി സ്വാരതേ ജഗ്മലഗ്നം ശാസ്ത്രം സ്ഥിര സർവമേതമയാഖ്യാതം ഭവതകുലനാഥന ഒരു ക്രമസ്യ ജലദം സോദരനം അഘമോദനം പാരം മഹിമ ഒരു വിക്രമദോഗൃണാനയ പാർത്ഥിമാനി ഭീമമേതരജാംസിമർത്യം കിം ജായമാന ഉദജാതോ വൈദിമത്തൈത്യാഹ മന്ത്രദൃഷി പുരുഷസ്യേസ്യ ഏതം ദേവദേവസ്യ ഹരീരത്ഭുതകർമ്മണ അവതാരാദിതം ശൃണന്യാദിപരാംഗതം ക്രിയമാണേ കർമ്മണിദം ദൈവേ വിത്രേധാനിശേ യത്രയത്നവിദ്യേതത്തേഷാ സുഗതം വിദുശ്രീഹരി നമേതി ശ്രീമദ്ഭാഗവതമഹാപുരാണേ വാർത്തകം സംഗീതായ അഷ്ടമസ്കന്ധേ വാമനാവതാരചരിതേ ത്രയോവിംശതിതമോധ്യായ ഗോവിന്ദ 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 ഗോവിന്ദ. ഇനി വായിക്കുന്നത് വാമനാവതാരം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞു. അനേകം അധ്യായങ്ങളിലാണ് വാമനാവതാരം വർണ്ണിക്കുന്നത്. അത് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമർപ്പണങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരധ്യായം കൂടി വായിക്കും. അടുത്ത അധ്യായം മത്സ്യാവതാരമാണ്. ഒരധ്യായത്തിലാണ് ഭാഗവതത്തിൽ ഈ മത്സ്യാവതാരം വർണ്ണിക്കുന്നത്. മത്സ്യാവതാരം എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ
ഒരു മീനായിട്ട് അവതരിച്ചു. ആ മീനായിട്ട് അവതരിച്ചതിനാണ് എന്താ പറയുക മത്സ്യാവതാരം എന്ന് പറയും. അതാണ് ഇനി വായിച്ചത്. അപ്പോൾ മത്സ്യാവതാരം വായിക്കാൻ ഒരു 10 മിനിറ്റ് സമയം. അപ്പോൾ 10 മിനിറ്റ് വായിച്ചു വരുന്നത് ചെയ്യുക കഥകളൊക്കെ പറഞ്ഞു. കഥയാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടതല്ലേ? എനിക്കറിയാം നിങ്ങൾ കഥ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ്. പക്ഷേ വായന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കഥ പറയാൻ പറ്റും. അപ്പോൾ മത്സ്യാവതാരം കൂടി വായിച്ചാൽ ഈ അഷ്ടമസ്കന്ധം പൂർണ്ണമായി. അത് കഴിഞ്ഞ് കഥകളൊക്കെ പറഞ്ഞു. എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കണ്ടല്ലോ അല്ലേ? ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒന്ന് എഴുന്നേറ്റ് നോക്കുക. നിങ്ങളുടെ മുന്നിൽ ഇരിപ്പിടങ്ങൾ ഒഴിവുണ്ടോ എല്ലാവരും എഴുന്നേറ്റ് നോക്കണം. നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കയറിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരടുത്തിരിക്കാനൊക്കെ ഒരു ഇഷ്ടമുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇഷ്ടപ്പെട്ട ആൾക്കാരടുത്ത് നിന്ന് ഭാഗവതം കേൾക്കുക. ചിലപ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടാവും. നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്തിരുന്നാൽ മതി. കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ ഇരുന്നാൽ മതി. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കണേ. നിങ്ങളൊരു ഫാമിലി ആയിട്ട് വന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫാമിലിക്ക് ഭർത്താവ്, ആര്യ, അഞ്ചു, അപ്പു എല്ലാവരും അടുത്തടുത്തിരുന്ന് കേട്ടോ. അങ്ങനെയാണ് കേട്ടത്. മനസ്സിലായോ പറഞ്ഞത്? വിട്ടുവിട്ടിരിക്കാം. ഒരു ഫാമിലിക്ക് എന്ത് ചെയ്യാം? ഒരു ഒന്നിച്ചിരിക്കാം. പിന്നെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഒന്നിച്ചിരിക്കാം. അങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് കേൾക്കുകയാണ് വേണ്ടത്. പിന്നെ നിലത്തിരിക്കണവരവിടെ ആകെ 1 2 3 മൂന്നാളുകൾ കാണാണ്. എന്താ നിങ്ങൾക്ക് നിലത്തിരിക്കാനൊക്കെ മടി? മുട്ടുവേദന. എല്ലാവർക്കും മുട്ടുവേദന. മട്ടന്നൂർ മുട്ട് നല്ല പാസം വരേണ്ട വാക്ക്. എല്ലാവർക്കും മുട്ടുവേദനയാണോ? അപ്പോൾ പറ്റുന്നവരൊക്കെ നേരെ മുന്നിൽ ഇവിടെ ഒരു ചുവന്ന പരവതാനി വെച്ചിട്ടല്ലേ അതിലൊന്ന് ഇരിക്കാം. ഞാനെവിടെയായിരിക്കുന്നത്? ഈ കസേര ഉണ്ടോ? ഉണ്ടോ? എന്നാലും ഒരു സിംഹാസനം തരല്ലേ? എവിടെ ഉണ്ട്? ഈ സപ്താഹത്തിൻ്റെ ആചാര്യം സിംഹാസനത്തിലിരിക്കട്ടെ. ഒന്നുമില്ല. ഇവിടെ നെറൊരു പായക്കെട്ട് അതിലൊരു തുണിയും വിരിച്ചു അതിലിരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ നമുക്ക് നിലത്തിരുന്ന നല്ലതാണ്. നിലത്തിരുന്നൊന്ന് ശീലിക്കുന്നത് നല്ലതാണ്. മനസ്സിലായപ്പോൾ പറ്റുന്നവരൊന്നും മുന്നിൽ വന്നിരുന്നോളും. നിലത്ത് വന്നിരുന്നു ഒന്ന് ശീലിച്ചു നോക്കൂ, ചെയ്ത് നോക്കൂ. ഇങ്ങനെ ആരും വരുന്നില്ലേ അല്ലേ? ഒന്ന് ഇരുന്ന് നോക്കും മക്കളെ. നല്ലതാണ്. പുരുഷന്മാർക്കും ഇരിക്കുക, സ്ത്രീകൾക്കും ഇരിക്കുക, കുട്ടികൾക്കും ഇരിക്കുക. നിലത്തിരുന്ന് ശീലിച്ചാൽ അങ്ങനെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല കാര്യമില്ലേ ഞാൻ പറഞ്ഞു തരുന്നു? ഞാൻ നിങ്ങൾക്ക് മോശമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ലതേ ഞാൻ പറഞ്ഞു തരുള്ളൂ. അത് നിലത്തിരുന്ന് ശീലിക്കുന്നത് നല്ലതാണ്. കസേരയിലിരിക്കുന്നത് ഒട്ടും നന്നല്ല. നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കും. മനസ്സിലായോ? ഈ മോഡേണായ പലതും നന്നല്ല. ഇനിയെങ്കിലും തിരിച്ചറിയാം. മോഡേൺ ലോകത്തിൽ ആൾക്കാർ പറയുന്ന പല സംഗതികളും എന്താണ്? നന്നല്ല. മനസ്സിലായോ? അപ്പം നിലത്താണ് ഇരുന്ന് ശീലിക്കേണ്ടത്. നല്ലതാണ്. ഒരാൾക്കാർ വന്ന് നിലത്തിരിക്കാൻ. നിലത്താണ് ഇരിക്കേണ്ടത്. അന്ന് ശീലിച്ചു നോക്കും. ഞാൻ ഏതായാലും പറഞ്ഞട്ടെ. ഞാൻ എന്താ വായിക്കാൻ പോണത്? മത്സ്യാവതാരമാണ് വായിക്കുന്നത്. ആ മത്സ്യാവതാരം കൂടി വായിച്ചിട്ട് നമുക്ക് കഥകളൊക്കെ പറഞ്ഞുതരാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദനോ നേരെ മുമ്പിലിരിക്കണം. ഈ പായ ഇവിടെയുള്ള പായത നമ്മൾ നടുക്കൊരു വഴി ഒഴിച്ചിടണം. മനസ്സിലായില്ല? ആ ഇരിക്കണവരെ നീക്കും. ഇതെന്തൊക്കെ ഞാൻ പഠിപ്പിക്കണം? അവർ നീപ്പിക്കും. നേരെ നടുക്ക് വന്നിരിക്കും. നേരെ നടയുടെ നേരെ ഇരിക്കരുത്. അവിടെ ഇരിക്കണ്ട. ഒരാൾക്കാർ വന്നല്ലോ. അപ്പോൾ കാല് നിൽക്കണേ നീട്ടി വെച്ചോളൂ. കാല് നീട്ടിട്ടോ മടക്കിട്ടോ അടുത്തിരിക്കുന്നവരെ വേദനിപ്പിക്കുക. അടുത്തിരിക്കുന്നവരെ വിലയ്ക്ക് വീഴുക, അവർ മുന്തുക, അതൊന്നും ചെയ്യാൻ പാടില്ല. കാല് നിൽക്കണേ നീട്ടിക്കോളൂ, മടക്കണേ മടക്കിക്കോളൂ. നിങ്ങൾക്ക് സുഖം തോന്നുന്ന രീതിയിൽ ഇരുന്നു. ഇനി ഇരുന്നിട്ട് വല്ലാതെ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ കസേരയിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുന്നേറ്റോ. നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുക വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ എങ്ങനെ ഇരിക്കണം? നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നാലോ മനസ്സിലാവുന്നോ പറയുന്നത്? അത് ആദ്യത്തെ സപ്താഹമായതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ കാര്യം ഇങ്ങനെ ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവുന്നത് പറഞ്ഞുതരണം. നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നാലാണോ സുഖം തോന്നുന്നത് അങ്ങനെ ഇരിക്കാം.
മനസ്സിലായോ? കുറേ ഇരുന്ന് വയ്യാണ്ട് ഞാൻ എഴുന്നേറ്റോ, ഞാൻ ഒന്നും പറയില്ല, ഞാൻ ചീത്തയൊന്നും പറയില്ല. ഞാൻ അന്നേരം ചീത്ത പറഞ്ഞില്ല, ഞങ്ങൾ എനിക്ക് പറഞ്ഞു ഞാൻ ഞാൻ നല്ലതേ പറയും. അപ്പം ഞാൻ ഈ മത്സ്യാവതാരം വായിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ശരിക്കും നിരത്തായിരിക്കുക. അപ്പോൾ 2 കുട്ടികൾ, ഏക കുട്ടി, 2 കുട്ടി, 3 കുട്ടിയാ, 10 കുട്ടിയാ, അങ്ങനെയല്ല. കുട്ടികളൊക്കെ നിരത്തിരുന്നിട്ടാണ് ചില സ്ഥലത്ത് പറഞ്ഞു കുട്ടികളുണ്ടാവുമെന്നറിയോ കേൾക്കാൻ. അപ്പൊ കുട്ടികളുടെ സീറ്റ് എവിടെ? ഏറ്റവും മുൻഭാഗത്താണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നേരെ മുന്നിലാണ് അവരുടെ നല്ല സീറ്റ്. കാരണം അവരല്ലേ കഥ കേൾക്കേണ്ടത്. അപ്പൊ ഞാൻ കഥ പറയും, ഒരു വായിച്ചു കഴിഞ്ഞാൽ കഥ പറയും കേട്ടോ. അതാ ചതുർവിംശോധ്യായോഗമിച്ഛാമി ഹരേണം പുലകർമ്മണ അവതാര കഥാമാദ്യമസ്യ യഥർത്ഥമരഥാദ്രൂപം മാത്സ്യം ലോകജോസിതം തമ പ്രകൃതിതം നരഷം കർമ്മഗ്രസ്ത ഇവേശ്വര ഏതെന്നോ ഭഗവൻ സർവം യഥാ വക്തുമരിഹസി ഉത്തമ ശ്ലോകചരിതം ശ്രവലോക സുഖാവഹം സൂത ഉവാച ഇത്യുക്തോ വിഷ്ണുരാദേന ഭഗവാൻ ബാദരായണി ഉവാച ചരിതം വിഷ്ണോർമത്സ്യരൂപേണ യത്കൃതം ശ്രീശുക ഉവാച ഗോപിപ്രസുരസാധൂനാം ഛന്ദസാമഭിജീശ്വര രക്ഷാമിച്ഛം സ്തനോർധത്തെ ധർമ്മസ്യാർത്ഥസ്യ ജൈവഹി ഉച്ചാവദേശബോധേഷു ചരന്വാനിരിവേശ്വര മോക്ഷാവജത്വം ഭജതേ നിർഗുണസ്വാദിയോ ഗുണൈഃ ആസീനുദീതകൽപ്പാന്തേ ബ്രാഹ്മോ ദേവിത്യോലയ സമുദ്രോ പ്ലതസ്തത്രാലോകാഭൂരാദയോധപക്താരേണാകരചന്ദ്രസ്യാദാശിശീഷോ ബുധി മുഖരോനസ്വദാൻ വേദാനയഗ്രീവോന്തികേഹരജ്ഞാത്വാദാനവേന ദസ്യാഹയഗ്രീവസുരക്ഷിത ദധാര ശബരീരൂപം ഭഗവാൻ ഹരിരീശ്വരാപത്രരാജർഷി കശ്ചിന്നാഹത്യപരോമാൻ നാരായണവരോധത്തിൽ തപസ്സു സരിലാക്ഷന യോ സാവസ്മിൻ മഹാകൽപേതലയ സർവസ്വദാശ്രാദ്ധതൈവൈദിത്യാദോ മനുപ്രിയഹരിണാക്തിത ഏകദാ കൃതമായാം കുർവതോ ജഗദർപ്പണം തസ്യാഞ്ജലിതകേ കാജുഷദജേ കാപ്യരജ്ജലാസത്യപ്രദോജ്ജലിതത സഹതോ യേന ഭാരത വിശ്വസർജ നദീതോയേ ശബരീം ദ്രവിണേശ്വര തമാഹ സാദിവരുണം മഹാകരുണികം തവം യാദോഭ്യോ യാദിധാരിഭ്യോ ദീനാം മാം ദീനവത്സലാ കഥം വിസജസേജാരദ്ഗീതാമസ്മിൻ സരിചര്യ തമാത്മനോനുഗ്രഹാർത്ഥം പ്രീത്യാമസ്യവർദ്ധനം മയാൻ ലക്ഷണാർത്ഥായ ശബര്യാ സമനോരകേ പസ്യാദീരതനം വാക്യമാശ്രുത്യ സമഹീപതി കലശാം സ്നിഗ്ധാഹീനാം ദയാരുണ്യാശ്രമം സാധുപ്രൈതരാത്രേണ വർദ്ധമാനാഗമണ്ഡലോ ലബ്ധ്വാത്മാമദാശം മാണികവാഹമഹീപതി നാമംഗമണ്ഡലാവസ്മിൻ പുച്ഛം വസ്തുനിഹോത്സഹേ കൽപ്പയോഗസ്വയുഗർമിത്രാഹ സുഖം സേനാം വിപദാദായ യഥാൻ ഔജന്യനോ അലകേരവക്ഷത്താമഹോർത്തേനാഹസ്തപ്രയമവർത്തനാത്മയർദ്ദലന്ദായനസുഖം വസ്തുമദഞ്ജനം പതുരീഹം മറ്റേയത്വാം ശരണം ഗതാ തദാദായ സാരാജ്ഞാചിത്താരാജൻ സരോവരേന്ദ്രദാവത്മനാ സ്വയം മഹാമീനോജ്ഞവർത്തതാമൈതന്മേ ഹൃസ്തേ രാജന്ദം സരിരേ വിധേഹി രക്ഷായോഗേന ഹൃദയമാവിദാസിനി കൃതസ്വമേന്ദ്രസ്യതത്രാവിദാസിനി ജലാശയ സംവിദന്തം സമുദ്രേ പ്രാക്ഷിപര്യഷം ക്ഷിപ്യമാണ സമാഹേരവിഹമംവരായ അതന്ത്യജീവനാലീനമാന്നോ നേഹോൽ സൃഷ്ടമരഹസ്യവം വിമോഹിതസ്തേന വരദാർദുഭാരതീതമാഹുമാനസ്മാൻ മോഹയൻ നൈവം വീരോ ജലകരോ ദുഷ്ടോ സ്മാവേശ്വരോധിനായോ ഭഗവാൻ യോജനശതമന്നാഭിവ്യാനശേഷരാമുനന്തം ഭഗവാൻ സാക്ഷാത്കരം നാരായണോ വ്യാനുഗ്രഹായ പ്രധാനരൂപം ജലോകസ നമസ്തേ പുരുഷ ശ്രേഷ്ഠാസുത്തിൽപത്യത്തെ ഈശ്വരഭക്താനാം പവന്നാനാം മുഖ്യോ ജന്മോദവിഭവം സർവേരിതാവതാനസ്തേ പ്രധാനാം പുരീഹേതവാചാദിച്ഛാന്യരൂപം യഥർത്ഥം ഭവതാതുരം നേരവിന്ദാക്ഷപ്രോമസപ്പണം വശാധുവേ സപസ്വരപ്രിയാത്മനായ സാഗരേഷാം പ്രധാത്മനാം സദാം ഗീതശോയഭോദ്ഭൃതഗീതാശേഷോ വാചാന്യവാണമദ്യം കിളപ്പതി സത്യപ്രദം മത്സ്യോപരിവക്ഷേവത്തുകാമ പ്രളയാത്മകേകാന്തേന പ്രിയപ്രിയ ശ്രീഭഗവാൻ വാച സപ്തമേ അദ്യുതനാമൂർദ്ധമഹന്യരിന്ദമാനം ശക്യപയാം ബോധോ ത്രൈലോക്യം ബോധവാദിലോക്യാനീയമാനായാസി വർത്താത്മസ്വേദതാം പ്രസ്ഥാനോകാര്യ വിശാലാത്മാമയേരിത തുന്ദോഷതീയ സർവാവിജാന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 ി
നന്ദനെ നിലാലോകേ ക്ഷീണാമിയ വർച്ചസ
दोधूयमानां तां नवं समीरेण वरीयसापस्थिरस्यमेषङ्गेन पत्नी महाह्य अहं त्वामृषिकसागं सहनामजन्नरी दर्शनं जरिष्यामि यावद्राह्मीनिशा प्रभो नदीयमहिमानं चामलं ब्रह्मे शुद्धिदं देयस्य सनभिहिदं मे सम्प्रश्ने विवृतं हरि इत्थमादिश्यरज्ञानं हरिनन्दरहि यदा सुन्नवैक्षतं कालं यमश्रीयेषादिशङ्गास्तिरथान्त्राहूलन्दायशिप्णगुदुम्भ निशसादहरे पानुझन्दे मृत्युजगणा परसमदिर्गेण सर्वतत्नामे महि वर्धमानो महामेहिर्विषद्भि समदरिष्यदा യായൻ ഭഗവതാദേശം ദർശയ നാമമാനതാന്തമാരോഹത്രേതായ അടുത്ത ശ്ലോകത്തിനാണ് ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് അവതരിക്കുന്നു എന്ന് വർണ്ണിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? മത്സ്യമൂർത്തിയെ നല്ലതുപോലെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ഒന്ന് നന്നായിട്ട് ആ ഭഗവാനെ എന്ത് ചെയ്യുക? ഒന്ന് നമസ്കരിക്കുക. എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്തൂടെ ഭഗവാന് കർപ്പൂരാരതി ഉണ്ടാവും, പ്രത്യേക നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് മത്സ്യമായിട്ടുള്ള അവതാരം. അതാണ് ഇനി വായിക്കുന്നത്. തമോചോർമുനയപ്രീതാനയന്യായസ്വ കേശവം സമീണ സങ്കടാദസ്മാരവിത സംവിധാസ്യതി സോനോദ്യാത തദോരാജ്ഞാതുരാസീൻ മഹാണ്ണവേ ഏകശങ്കരോ മത്സ്യോ ഹൈമോ നിയുതയോജന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എന്റെ കൂടെ ജപിക്കും, ഭക്തിയോടെ ജപിക്കണം, ഉറക്കെ ജപിക്കണം. ഹരേ നാരായണ 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 ഹരേ നാരായണ. ഏതാണ് രീതി? ഈ രീതിയുടെ പേര് പറയൂ. ഓരോ രീതിക്ക് ഓരോ പേരില്ലേ? ഞാൻ വേറൊരു വഴി പാടിത്തരാം. ഏകദേശം ഇതേ രീതിയിലൊരു വഴി എന്താണോ നോക്കട്ടെ, സെർച്ച് ചെയ്യട്ടെ. എൻ്റെ ഗൂഗിൾ എന്താ? ഞാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഏതാ? എവരിഡേ ഐ ആം യൂസിങ് ഗൂഗിൾ. എന്താണത്? ദിസ് ഈസ് മൈ ഗൂഗിൾ. ഏതാണത്? മൈ ബ്രെയിൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൂഗിൾ. എന്താണ്? ഇതാണ്. എൻ്റെ അടുത്ത് മൊബൈലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് അധികം ഇഷ്ടമല്ല, അത്രയൊന്നും ഇഷ്ടമല്ല. മൊബൈലിനേക്കാൾ നല്ല ഗൂഗിളാണ്. ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗൂഗിൾ ഏതാ? നിങ്ങളുടെ ശിരസ്സാണ്. അതിനേക്കാൾ നല്ലൊരു ഗൂഗിളും കിട്ടാനില്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ. എവിടെ? എൻ്റെ തലയാകുന്ന ഗൂഗിളിൽ ഞാൻ നോക്കട്ടെ. ഇതേ രീതിയിൽ എന്തോ പാട്ട് ഞാൻ സെർച്ച് ചെയ്യണേ. സെർച്ച് എഞ്ചിൻ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ സെർച്ച് എഞ്ചിൻ വെച്ച് ജനങ്ങൾ സെർച്ച് ചെയ്യാൻ ഇഷ്ടംപോലാണ് വരുന്നത്. പറയാ പാട്ട് വരുന്നത് എവിടുന്ന്? ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ സെർച്ച് ചെയ്യാണ്. ഏതാ എൻ്റെ ഗൂഗിള്? എൻ്റെ ഗൂഗിൾ ഏതാ? എൻ്റെ തലയാണ്. നോക്കട്ടെ, എന്താ നിങ്ങൾക്ക് വേണം തോന്നുന്നത്? ഹരേ നാരായണ ഹരേ നാരായണ അല്ലേ? ഹരേ നാരായണ ഹരേ നാരായണ പരാ 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 പരമ പാഹിമ പരമാനന്ദമെന്നതേ പറയാവൂ. കിട്ടിയില്ലേ? ഞാനെവിടുന്നാണ് കിട്ടിയത്? ഞാനെവിടെ സെർച്ച് ചെയ്തത്? ബ്രെയിൻ സെർച്ച് ചെയ്തു, അതേ ട്യൂണൽ കിട്ടിയില്ലേ? രണ്ടുപേരും ട്യൂണല്ലേ നോക്കൂ. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ രണ്ട് വരിയും പാടാം, ശ്രദ്ധിക്കണേ. നിങ്ങൾ പറയണം, അത് ഞാൻ സെർച്ച് ചെയ്ത് കറക്റ്റാണോ എന്ന് അറിയണ്ടേ. പരാ 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. എന്തൊരു ട്യൂണല്ലേ? ഞാനിപ്പോൾ ഇവിടുന്ന് സെർച്ച് ചെയ്ത്
എന്റെ ബ്രെയിൻ സെർച്ച് ചെയ്തു കിട്ടി. നീ കേൾക്കണോ? ഹുരാഹുരായെന്നോ കഫങ്ങളാൽ കണ്ഠം നിരൂക്കിടുന്നതാം അവശാവസ്ഥയിൽ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. ഈ രീതിക്ക് ഒരു പേരുണ്ട്, അതാണ് നിങ്ങളോട് ചോദിച്ചത്. എന്താ എന്റെ പേര്? ഈ രീതിക്ക് ഒരു പേരുണ്ട്. മലയാളമൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? നല്ലൊരു ഭാഷയല്ലേ മലയാളം. നമ്മളൊക്കെ മലയാളികളല്ലേ? അപ്പൊ ഞാൻ എന്റെ ഗൂഗിളിനോട് ചോദിച്ചു നോക്കട്ടെ. ഇതാണ് എന്റെ ഗൂഗിൾ. എന്റെ ഗൂഗിൾ ഏതാ? എന്റെ ബ്രെയിനാണ്. ഞാൻ ഗൂഗിളിനോട് ചോദിച്ചോ എന്താണ് ഈ രീതിയിലൊക്കെ. അപ്പൊ ഗൂഗിളിൽ ഇങ്ങനെ അന്വേഷിച്ച് എന്ത് ചെയ്യും? എനിക്ക് ഉത്തരം പറഞ്ഞു ഉത്തരം കിട്ടി. ഇതിന്റെ പേരാണ് കർണപർവം. എന്താ പേര്? പറയൂ കർണപർവം. പറയൂ കർണന്ന് കേട്ടില്ല? കർണപർവം രീതി എന്ന് പറയും. മഹാഭാരതത്തിൽ ഒരു പർവ്വത്തിന്റെ പേരാണത്. 18 പർവ്വമല്ലേ മഹാഭാരതത്തില്. അതിലൊരു പർവ്വത്തിന്റെ പേരാണത് കർണപർവം. പറയൂ കർണപർവം. അതിൽ കർണന്റെ കഥയാണ്. അപ്പൊ കർണപർവത്തിൽ മഹാഭാരതത്തിൽ എഴുത്തച്ഛൻ ഉപയോഗിച്ച ഒരു രീതിയാണ് കർണപർവം. അപ്പൊ അത് വളരെ ഫേമസ് ആണ്, വളരെ പ്രസിദ്ധമാണ്. ആ രീതിയുടെ പേരാണെന്ത്? എന്റെ പേര് കർണപർവം. പരമമാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ഇതെവിടെയുള്ളതാ? ഇവര് എവിടെയുള്ളതാ? മഹാഭാരതത്തിൽ എവിടെയുള്ളതാ? കർണപർവം. സംശയം എടുത്ത് വെക്കോളൂ. സംശയമില്ല. മഹാഭാരതം ആരായിട്ട് എഴുതിയത് മലയാളത്തില്? എഴുത്തച്ഛൻ. തുഞ്ചത്തെ എഴുത്തച്ഛൻ എന്ന് കേട്ടില്ലേ? തുഞ്ചത്താണ്. മലയാള ഭാഷയുടെ പിതാവിരിക്കുന്നത് എവിടെയാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് വായിക്കാൻ വേണ്ടി മഹാഭാരതം എഴുതിയിട്ടുണ്ട്. ആ മഹാഭാരതത്തിൽ കർണപർവത്തിലെ രീതി ഇതാണ്. അതുകൊണ്ട് ഈ രീതിയുടെ പേരെന്താണ്? കർണപർവം രീതി. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് കവിതകളുണ്ട്. മനസ്സിലായോ? അത് കേൾക്കുമ്പോൾ വേഗം തിരിച്ചറിയാൻ പറ്റണം. ആവശ്യമില്ലാണ്ട് ഈ മൊബൈലിലെ ഗൂഗിളിനോടൊന്നും ചോദിക്കരുത്. ഇതൊക്കെ നമ്മളിതൊക്കെ പഠിച്ച് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു നല്ല സെർച്ച് എഞ്ചിനാക്കി മാറ്റുക. മനസ്സിലായോ? ഈ ആവശ്യമില്ലാത്ത ഡിവൈസ് ഒന്നും ഉപയോഗിക്കരുത്. നല്ലൊരു ഡിവൈസ് ദൈവത്തുണ്ടല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡിവൈസ് ഏതാ? കമ്പ്യൂട്ടർ ഏതാ? ഈ ലോകത്തിലേക്കും വെച്ച് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സൂപ്പർ കമ്പ്യൂട്ടറാണ് ദൈവം നമുക്ക് തന്ന നമ്മുടെ തലച്ചോറ്. അതിനെല്ലാം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ന് നിങ്ങൾക്കും തൊട്ടൂടെ. ഇത്ര അടുത്ത് ഇത്ര നല്ലൊരു സാധനം ഉണ്ടാവുമ്പോ മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ ആ പത്തായപ്പേരിന്റെ മുകളിൽ വടക്കേ ഭാഗത്ത് തിണ്ണേന്റെ മുകളിൽ വെച്ച് ഇതൊന്ന് വേഗം എടുത്തുകൊണ്ടുപോവാ. എന്തിനാ വെറുതെ മൊബൈലിന് ഓടിക്കണത്? വേണോ? ഇവിടെ എന്ത് നല്ലൊരു സാധനം വയ്യാതെ എനിക്ക്. ഞാൻ വിചാരിച്ചത് മട്ടന്നൂരുള്ളവർക്ക് കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിശ്ചണ്ടെന്നൊക്കെ വിചാരിച്ച ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങൾ പല ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. സാരില്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ 3-4 ദിവസം. നമുക്ക് പഠിക്കണം, മലയാളം പഠിക്കണം, സംസ്കൃതം പഠിക്കണം, കണക്ക് പഠിക്കണം, ഭാഗവതം പഠിക്കണം. നിങ്ങളിവിടെ വന്നിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു കടലാസിൽ എഴുതുക. കടലാസ് എഴുതിയിട്ട് ആ കൗണ്ടറിൽ ഏൽപ്പിക്കുക. എന്നിട്ട് അതൊക്കെ പാടപ്പെടെ വെച്ചാൽ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ നിന്ന് എന്ത് തരാം? മറുപടി തരാം. എന്ത് വേണേ ചോദിക്കും. ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഭാഗവതോ അമ്പലോ പുരാണോ ഉപനിഷത്തോ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാൻ തോന്നുന്നത് എന്ത് വേണേ നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് എവിടെ എഴുതി കൊടുക്കുക? കടലാസിൽ കടക്കുന്നു. വേണമെങ്കിൽ നിങ്ങളെ പേര് ഫോൺ നമ്പർ വേണേ ചെയ്യാം. അതൊക്കെ പാട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? എന്റെ ഉത്തരം പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ആരാ ദൈവോ? എല്ലാം ഉത്തരം പറയാ? എനിക്കെല്ലാം ഉത്തരം എന്ന് അറിയില്ല. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, അറിയാത്തതാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയും. എന്താ എനിക്ക് പഠിക്കാനൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 100 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയില്ല. അപ്പൊ ഞാൻ പറയും ഒന്നാമത്തത് അറിയില്ല, ഇതൊന്നും എനിക്ക് അറിയില്ല.
അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അറിയെങ്കിൽ പറഞ്ഞു വരും, അറിയില്ലെങ്കിൽ അറിയില്ലാതെ ഒരു നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശം എന്ത് വേണേ ചോദിച്ചു. എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്താഹം നടക്കുമ്പോൾ എന്നോട് ചോദിക്കാം. അത് കടലാസിൽ എഴുതി അവിടെ കൊടുക്കണം. കൗണ്ടറിൽ ഒന്നിച്ച് കലക്ട് ചെയ്യും. അതായത് അവർ എന്നോട് ഏൽപ്പിച്ചോളും. ഇന്നലെ എന്നോട് വന്നിട്ട് ആകെ എന്നോട് രണ്ടാൾക്കാരെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അടിപൊളി ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചു. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ വെർബൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങോട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തായാലും ഇതൊരു വലിയ ഒരു എന്താ പറയുക അറിവിന്റെ ഒരു മഹാസാഗരമാണ് ഇത് ഭാഗവതം. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങളെ പേടിക്കുന്നില്ല. കാരണം നിങ്ങൾ ചോദിക്കുന്ന വിവിധ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എവിടെ ഉണ്ടാവും? അത് ഫിസിക്സോ മാത്സോ എന്താണെങ്കിലും ഉത്തരമൊക്കെ അവിടെ ഉണ്ട്. ഈ ഭാഗവതത്തിലുണ്ട്. എനിക്ക് പേടിക്കാനില്ല. അതുകൊണ്ട് എനിക്ക് അപാരമായ ധൈര്യമാണ്. എന്ത് വേണം ചോദിച്ചോ, പേടിക്കാനൊന്നും. അപ്പൊ ചോദിക്കണേ. അപ്പൊ കുറച്ച് കടലാസ് വരെ അവിടെ തയ്യാറാക്കി വെച്ചോളില്ല. ഒരേ വലിപ്പമുള്ള കടലാസാണ് ഇത് ഭംഗിയിട്ട്. കുറച്ച് കടലാസ് ഒരേ വലിപ്പത്തിൽ മുറിച്ചിട്ട് ആ കൗണ്ടറിൽ വെച്ചാൽ നിങ്ങൾക്ക് ആ കടലാസ് വെക്കാം. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. യു ക്യാൻ ആസ്ക് എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സ് ആണ് എനിക്ക് വലിയ സന്തോഷമാണ്. മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഫിസിക്സ് ആണെങ്കിലും എനിക്ക് വളരെ സന്തോഷമാണ്. ഭാഗവതാണെങ്കിലും സന്തോഷം. ഇനി ഭഗവാനെ പറ്റിയാണെങ്കിലും സന്തോഷം. എന്ത് വേണേൽ ചോദിക്കാം. യു ക്യാൻ ആസ്ക് എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഉത്തരം പെടുന്ന കിട്ടാത്ത സന്തോഷമാണല്ലേ? അല്ലേ? എന്ത് വേണേൽ ചോദിച്ചു. ഇപ്പൊ ചോദ്യങ്ങൾ കുറെ വരണേ. അവിടെ കൊടുത്താൽ മതി. ശരി, ഞാൻ ഈ ബാക്കി കൂടി വായിക്കുകയാണ്. ഇനി വായിക്കുന്നത് ഈ മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ഈ രാജാവ് ഈ മത്സ്യമൂർത്തിയായ ഭഗവാനെ സ്തുതിച്ച അതിമനോഹരമായൊരു സ്തുതിയാണ് ഇനി വായിക്കാൻ പോകുന്നത്. എന്താ വായിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ? മത്സ്യമായിട്ട് ഭഗവാൻ പ്രളയജലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് രാജാവ് ഈ മത്സ്യത്തിനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ഏറ്റവും ഗംഭീരമായൊരു സ്തുതിയാണ്. 1 2 3 4 5 6 7 8 8 പറഞ്ഞാൽ 8 ശ്ലോകങ്ങളെ. എനിക്കിത് എത്ര 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 വായിച്ചാലും മതി വരാത്തതാണ്. ഞാനിത് എത്രയോ തവണ വായിച്ചിട്ടും മതിവരാത്ത ഒരു 8 ശ്ലോകങ്ങളാണ് ഇനി നിങ്ങൾക്ക് വായിച്ചു തരാൻ പോകുന്നത്. ഇത് വായിച്ചാൽ എന്തുണ്ടാവും? ഭക്തി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുക? വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കണ്ട. ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കോ? എല്ലാവരും പ്രാർത്ഥിക്കണേ. അങ്ങനെ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആയിട്ട്. അതാണ് നമുക്ക് ഇല്ലാത്തത്. അപ്പൊ പ്രാർത്ഥിച്ചോളൂ. ഞാൻ വായിക്കട്ടെ. വായിക്കാം. നിബധ്യനാദം തക്ഷങ്കേ യഥോക്തോ ഹരിണാ നൃപ ധനത്രേണാഹിനാ തുഷ്ടസ്തുഷ്ടാവ മധുസൂദനം. നിബധ്യനാദം തക്ഷങ്കേ യഥോക്തോ ഹരിണാ പുരാ ധനത്രേണാഹിനാ തുഷ്ടസ്തുഷ്ടാവ മധുസൂദനം. നിബധ്യ നാമം തക്ഷങ്കേ യഥോക്തോ ഹരിണാ പുരാ വനത്രേണാഹിനാ തുഷ്ടസ്തുഷ്ടാവ മധുസൂദനം. യാജോവാച അനാദ്യവിദ്യോപഹതാത്മസംവിദസ്തന്മൂലസംസാര പരിശ്രമതുരാൻ വിഹൃച്ഛയേഹോപസൃതാ യമകുരു വിമുക്തിരോന നമോ ഗുരു ഭവാൻ. ജനോ ബുധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹതേ സുഖം. യസ്സേവയാതാം വിധുനോത്യസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാഹൃദയം സനോ ഗുരു. യൽസേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാൻ മലമാൽ മനസ്തമ ഭജേതവണ്ണം നിജമേഷ സൗമ്യയോ ഭൂയാൽ സ ഈശ പരമോ ഗുരോർഗുരു. നയൽ പ്രസാദായുധ ഭാഗണേശമന്യേ ച ദേവാ
ഗുരവോ ജനാ സ്വയം കർത്തും സമേത പ്രഭവന്തി പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ നയൽ പ്രസാദായുധഭാഗലേശമന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേത പ്രഭവന്തി പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ നയൽ പ്രസാദായുധഭാഗലേശമന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേത പ്രഭവന്തി പുംസസ്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ അചക്ഷുരന്ധസ്യ യഥാഗ്രണീകൃതസ്തഥാ ജനസ്യ വിദുഷോ ബുധോ ഗുരു ത്വമക്കദ് സർവദിശാം സമീക്ഷണോ വൃതോ ഗുരുന്ന സ്വഗതിം ഗുഹുൽ സതാം ജനോ ജനസ്യാദിശതേ സരീം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യരേന യനോ നിജം പദം ത്വം സർവലോകസ്യ സുഹൃൽ പ്രിയേശ്വരോ യാത്മാ ഗുരുജ്ഞാനമഭീഷ്ടസിദ്ധി തഥാപി യോഗോ ന ഭവന്തമന്ധധീർജാനാദി സന്തം ഹൃദി ബദ്ധകാമ തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ഛിന്യർത്ഥവീവൈർഭഗവൻ വചോഭിർഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണോ സ്വമോഹ ഛിന്യർത്ഥവീവൈർഭഗവൻ വചോഭിർഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണോ സ്വമോഹ ശ്രീശുക ഉവാച ഇത്യുക്തവന്തം ദ്രപതിർ ഭഗവാനാദിപൂരുഷ മത്സ്യരൂപീ മഹാംബോധൗ വിഹരം സത്വമബ്രവീൽ പുരാണസംഹിതാം ദിവ്യാം സാഖ്യയോഗക്രിയാവതീം സത്യവ്രതസ്യ രാജർഷേരാത്മഗുഹ്യമശേഷത അശ്രൗഷീദൃഷിഭിः സാരമാത്മതത്വമസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മ സനാതനം അതീതപ്രണയാവായ ഉത്ഥിതായ സവേധസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ധരി സതു സത്യവ്രതോ രാജ ജ്ഞാന വിജ്ഞാന സംയുഗ വിഷ്ണോ പ്രസാദാൽ കൽപ്പേസ്മിന്നാസീൽ വൈവസ്വതോ മനോ സത്യവ്രതസ്യ രാജർഷേർമായാമത്സ്യസ്യ ശാങ്കിണ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേതകൽപിഷാൽ അവതാരോ ഹരേര്യോയം കീർത്തയേതന്വഹം നര സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാം ഗതിം പ്രളയഭയസി ധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിജമകഥയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഭിലഹേതും ജിംഹമീനം നതോസ്മി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസഹസ്രയാം പാരമഹംസ്യാം സംഹിതായാമഷ്ടമസ്കന്ധേ മത്സ്യാവതാരചരിതാനുവർണ്ണനം നാമ ചതുർവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പാരായണം തൽക്കാലം നിർത്തിവെക്കുകയാണ്. അഷ്ടമസ്കന്ധം പൂർണ്ണമായിട്ട് നാം വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയം 12 മണി. ഇനി ഒരമ്മ വിളക്ക് കത്തിക്കുന്നുണ്ട്. ആ അമ്മ അവിടെ പോയിരുന്നോട്ടെ.
ദയവ് ചെയ്ത് പ്രഭാഷണ സമയത്ത് എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യാൻ പാടില്ല, വേദിയുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ വേണ്ടി വരാം. വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കാൻ യാതൊരു തടസ്സമില്ല. കാരണം ഇഷ്ടം പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ കൊടുക്കാം. വെള്ളം കൊടുക്കുന്നവർക്ക് വെള്ളം കൊടുക്കാം, തടസ്സമില്ല എന്ന് വീണ്ടും വീണ്ടും പറയും. കൊടുത്തോളൂ, വെള്ളം ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷേ ഈ നെയ്വളം എത്തിക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സപ്താഹത്തിൽ നിങ്ങൾ മുന്നിൽ വരാണ്ടിരിക്കുകയാണ് നല്ലത്. എന്താ കാരണം? നമ്മുടെ ശ്രദ്ധ പോയി പോകുന്നു. ആ അമ്മ ഇങ്ങനെ വിളക്കെത്തിക്കുക, ഞാൻ പോലും നോക്കണ്ട എന്തിനാക്കി പച്ചസാരി കൊടുത്തത്, ഞാൻ ആചാര്യനാണ്, നാളെ ഞാൻ നോക്കി എന്തിനാ അമ്മയിൽ പച്ചസാരി കൊടുത്തു, നീലസാരി കൊടുത്തൂടെ. ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമ്മുടെ തേക്ക് വരും. മനുഷ്യന്മാരല്ലേ, നമ്മളൊന്നും യോഗികളോ സന്യാസിമാരോ ഒന്നും അല്ല. അപ്പൊ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ ചിന്തയൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ വരണ്ടാപ്പം. ആ അമ്മ കത്തിച്ച് വെച്ചോട്ടെ, കഴിഞ്ഞാൽ അമ്മ അവിടെ പോയിരിക്കും, പിന്നെ ആരും അങ്ങോട്ട് വരണ്ട. അപ്പൊ സ്വതവേ ഞാൻ 2 വളണ്ടിയേഴ്സിനെ വെക്കാം. ഇവിടെ അങ്ങനെ വെച്ചിട്ടില്ല. അതായത് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു വഴിയാണ്, അതിലില്ല. അപ്പൊ അവിടെ ഒരു വളണ്ടിയർ അവിടെ ഇരിക്കുക. എന്തിനാ ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത്. ഒരു വളണ്ടിയർ അവിടെ ഇരിക്കാതെ അതിലില്ല നടന്നു വരിക. എന്നിട്ട് വരുന്നവരോട് പറയാം അവിടെ നിൽക്കുമെന്ന്. പ്രഭാഷണം കഴിഞ്ഞിട്ട് വരാം. ഒരു വളണ്ടിയർ അവിടെ ഇരിക്കുവാണെങ്കിൽ ആരെങ്കിലും ഒരാളൊരു വളണ്ടിയറും പോയിട്ട് അവിടെ നിൽക്കും. ചീറ്റൊന്നും പറയരുതേ. വരുന്നവരെ ചീത്ത പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല, പിടിച്ചു മാറ്റാൻ പാടില്ല. നല്ലതായിട്ട് പറഞ്ഞാൽ മതി, പിന്നെ പോയിരിക്കാൻ പറയും. പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സമർപ്പിക്കാം. പിന്നെ അതിനെയാണ് ഒരു വഴി. അപ്പൊ ഒരാൾ വഴി ഇരുന്നാൽ മതി, അദ്ദേഹം ഇവിടെ നോക്കോളൂ അല്ലേ. ചീത്ത പറയാൻ വരുന്നവരെ ചീത്ത പറയരുത്, പിടിച്ചു മാറ്റാൻ പാടില്ല. അവരോട് പറഞ്ഞാൽ മതി പ്രഭാഷണമാണ്. പ്രഭാഷണം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവാം, മുന്നിലേക്ക് വരാം. ഇനി അവിടെ 7 തിരി കത്തുന്നുണ്ടല്ലേ, ആറ്റടിച്ചാൽ ചിലപ്പോൾ അത് കെട്ടുപോകും. വല്ല ദോഷമുണ്ടോ തിരി കെട്ടാൻ? ഒരു ദോഷവും ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ആ 7 തിരി കത്തുമ്പോൾ ചിലപ്പോൾ അത് കെട്ടുപോയാൽ അത് കത്തിക്കാൻ കൊണ്ട് വേണ്ട. മനസ്സിലായോ? അത് ചിലപ്പോൾ കെട്ടു, നല്ല കാറ്റടിച്ച് അത് കെട്ടു. അത് ഫിസിക്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്സിനെ ക്വസ്റ്റ്യനെ കിട്ടുള്ളൂ. നല്ലൊരു കാറ്റടിച്ചാൽ ആ വിളക്ക് കെട്ടുപോകും. കാരണം എന്താ? അത് ഫിസിക്സാണ്. അത് കെട്ടാൻ ഒരു ദോഷമില്ല. പറഞ്ഞാൽ കാറ്റടിച്ചിട്ടാ കെട്ടുപോയത് അല്ലേ. അത് കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് വരണോ? എന്താ ഇവിടെ വല്ല ഭൂകമ്പം ഉണ്ട്, അത്യാപത്തൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് അല്ല അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു അത്യാപത്ത് വല്ലതും ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ വല്ല തീപിടുത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ വല്ലതും തീപിടുത്തൊക്കെ വേണ്ടി ഉണ്ടായിക്കൂടെ. ഞാൻ കാണില്ല, എന്റെ ബാക്ക് തീപിടിച്ചാൽ ഞാൻ അറിയോ തിരുമേനിന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ചോദ്യം ഉത്തരമൊന്നുമില്ല. തീപിടുത്തുണ്ടായി ഉടനെ തീ കെട്ടിക്കോളാം അല്ലേ. ഇതേപോലെ ആനയൊക്കെ കയറി വന്നാലും നാട്ടിലൊക്കെ ആനയും പുലിയൊക്കെ വരിക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ അറിയില്ലല്ലോ എന്റെ പിന്നുമ്പോൾ ആനയും പുലിയൊക്കെ വരും. അപ്പൊ നിങ്ങളെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ആനയെ പിടിച്ചു മാറ്റിയിട്ട് എന്നെ രക്ഷിക്കണ്ടേ? അതൊക്കെ നിങ്ങൾ അപ്പൊ അത്യാപത്താൻ ഞാൻ പറഞ്ഞു, എക്സ്ട്രീം കേസിലുള്ള. അതല്ലാത്ത കേസിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നമ്മൾ വരില്ല. അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞോട്ടെ എന്ത് എനിക്ക് വയ്യാണ്ടിയാവും. ഇവിടെ വന്നിട്ട് ഞാൻ വയ്യാണ്ടിയാവും. നിങ്ങളോട് ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് വയ്യാണ്ടിയാവുക. കാരണം ആദ്യത്തെ ഞാൻ ഇവിടെ LKG കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഐഡിയയാണ് മറ്റന്നൊരു പരിഹാരത്ത് വന്നിട്ട് അവരോട് പറയുന്നത്. ഈ LKG കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത്രയും ഗംഭീരമായ ഒരു കഥയാണ് ഇത്. ഏത്? ആനാഴി മതയം എന്ന കഥ. അപ്പൊ ഞാനത് പറയാൻ വേണ്ടി എന്ത് ചെയ്യാം, ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഭാഗവതത്തിലെ എവിടെയാണ് പാലാഴി മതം എന്നങ്ങനെ ഞാൻ മറച്ചു നോക്കുക. അങ്ങനെ മറക്കുകയാണ്. എന്തിനകത്ത് ഞാൻ അങ്ങനെ മറക്കണത്? എന്തിനാണ്